ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റ് ആണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്കിലും ആപ്പിൾ മ്യൂസിക്കിലും യൂട്യൂബ് മ്യൂസിക്കിലും പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ജിയോ സാവനിലും അവൈലബിൾ ആണ്. അതിന് പുറമെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ FM അങ്ങനെ പല പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. യൂട്യൂബിൽ ഞങ്ങളെ കേൾക്കുന്നവർക്ക് വേറെ സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളിപ്പോൾ 45 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അങ്ങനത്തെ പേജുകളുടെയൊക്കെ ലിങ്ക് ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. എബൌട്ട് സെഷനിൽ പോയി നോക്കിയാൽ മതി. അവിടെ നിന്നൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റി ടാബ് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഗില്ലി ഗില്ലി റീ റിലീസിനെ സംബന്ധിച്ച്. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ചക്രപാണിയാണ്. ചക്രപാണി, വെൽക്കം ടു ദ ഷോ. ഹായ് ദിഗംബരൻ, ഹായ്. ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നൊരു ഭയങ്കര കൾട്ട് ക്ലാസിക് പടം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം ഭയങ്കര തരംഗം സൃഷ്ടിച്ച ഒരു സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് റീ റിലീസായി ആൻഡ് പീപ്പിൾ ആർ സോ ഹാപ്പി ആൻഡ് പീപ്പിൾ ആർ റിയലി ടോക്കിംഗ് അബൌട്ട് ദ ഫിലിം. പഴയ ഡയറക്ടേഴ്സും ആൾക്കാരും ഒക്കെ ഇപ്പൊ നമ്മൾ അതിന്റെ കളക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ, like just before starting the podcast we were talking about it, the amount of money that they have collected through uh, through a re-release itself shows like what sort of a cinema like people want. Like ഇപ്പം ഇപ്പൊ കൊമേഴ്ഷ്യൽ സിനിമ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ലൈക്ക് പീപ്പിൾ ആർ റെഡി ടു ബി എന്റർടൈൻഡ് ആ ഒരു സ്പേസിൽ. അപ്പൊ ഇനിയും കൂടുതൽ പടങ്ങൾ വരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഇന്നത്തെ കാലമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ. സോ അപ്പോ ദിഗംബരൻ എങ്ങനെയാണ് ഈ ഗില്ലിയുടെ ആ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇതെന്റെ സത്യം പറഞ്ഞ ഇന്നിപ്പോ ഞാനിപ്പം തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് വന്നിട്ടിരിക്കുകയാണ്. അപ്പം എന്റെ ഫസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഗില്ലിയുടെ ഈ ഈ ഈ റീ റിലീസ്. ആദ്യത്തെ റീ റിലീസ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഗില്ലിയുടെയും ആദ്യത്തെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. കാര്യം ഗില്ലി ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ കാണാനായിട്ട് നമുക്ക് പറ്റിയില്ല. അപ്പം ഞാനൊക്കെ അന്നേരം എന്തോ 2-ലോ 3-ലോ അങ്ങനെ എന്തോ പഠിച്ചോണ്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പൊ അന്നേരം കാണാൻ പറ്റിയില്ല. ഞാൻ ആദ്യം സൺ ടിവിയിലാണ് ആദ്യമായിട്ട് ഗില്ലി കാണുന്നത്. അപ്പം അന്ന് എങ്ങനെ എന്ത് ഒരു ഫീലിംഗ് ആണോ എന്തൊരു മാജിക് ആണോ നമുക്ക് തോന്നിയത്, അതേ സെയിം മാജിക് ഇന്ന് എനിക്കിപ്പോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ അതിന് പുറമെ എൻ്റെ കയ്യിൽ DVD ഉണ്ടായിരുന്നു. ഇപ്പം അതിട്ട് നമ്മളൊരു എപ്പോഴും കാണുന്ന ഒരു പടമാണ്. ഞാൻ മുമ്പത്തെ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുമുണ്ട് ഇതുപോലെ ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കേബിൾ ഉണ്ടായിരുന്നില്ല, അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ DVD-യിൽ ഇങ്ങനെ ഇട്ട് കാണുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് തവണ DVD-യിൽ കണ്ടിട്ടുള്ള പടമാണ്. പക്ഷെ തിയേറ്ററിൽ ഇന്ന് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന് മാച്ച് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മള് സിനിമ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പം മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്ന ആളാണ്. പക്ഷെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോയി ഇരുന്നാലും അതൊരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആകുമ്പോഴേ ഇങ്ങനെ ആൾക്കാരുടെ ആ ഒരു എന്താ പറയുന്നത് അന്തസത്തം എന്ന് പറയുന്ന പോലത്തെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇന്ന് തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടി. പിന്നെ ഒബിയസ്ലി വിദ്യാസാഗർ, അദ്ദേഹത്തിന്റെ BGM, ധരണിയുടെ ഡയറക്ഷന്റെ കാര്യം പ്രത്യേകം പറയണം. കാര്യം എനിക്ക് എൻ്റെ കൊമേഴ്ഷ്യൽ ഡയറക്ടേഴ്സിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്. കാര്യം എനിക്ക് പുള്ളിയുടെ ദില്ല് തൊട്ട് ഫാനാണ് ഞാൻ. ദില്ല്, ധൂൾ, പിന്നെ ഗില്ലി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ഒരുപാട് തവണ കാണുന്നതാണ്. ഇപ്പം അങ്ങനെ പിന്നെ എല്ലാത്തിനും പുറമെ നമ്മുടെ പ്രകാശ് രാജ്, മുത്തുപ്പാണ്ടി, അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ്. ചെല്ലം എന്നുള്ള വിളിയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഹായ് ചെല്ലോ എന്നുള്ള ആ ഒരു വിളിയില് എന്റെ പൊന്നോ
ചെല്ലമേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ ലൈറ്റ് ഹൗസിന്റെ അവിടെ ഇങ്ങനെ താഴെ നിന്നിട്ട് കാറുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിയേറ്ററിൽ അതൊക്കെ ഭയങ്കര ക്ലാസ് ആയിരുന്നു. ഈ ഗില്ലിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡയലോഗ് ഒക്കെ മനപ്പാടം അറിയാതെ, പക്ഷെ ഓരോന്ന് വരുമ്പോഴേ ഇപ്പൊ ഈ മറ്റേ നറി പേരിലെ ഒട്ടേറി നറി പേരിലെ എഴുതുമ്പോ അതൊക്കെ ഡയലോഗ് എല്ലാം എല്ലാം ഓരോ ഡയലോഗ് ആൾക്കാർ ഇരുന്ന് പറയുക. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇത് തന്നെയായിരുന്നു. പിന്നെ തൃശ ഇത്രയും ഭംഗിയുള്ള ഒരു ഇതില് ഞാൻ വേറെ പടത്തിലൊന്നും കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. തിയേറ്ററിൽ കാണുമ്പോഴേ എന്തോ ഒരു കൊള്ളാം എന്തോ ഒരു സ്പെഷ്യൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിനും പുറമെ എനിക്ക് ഈ അർജുനർ വില്ലിന്റെ അത് നമുക്ക് എപ്പോ കേട്ടാലും നമുക്ക് ഗൂസ് ബംസ് വരുന്ന കാര്യമാണ്. ഞാൻ മറ്റേ എക്സാമിനൊക്കെ പോകുമ്പോഴൊക്കെ അതൊക്കെ കേട്ടോണ്ടൊക്കെ ഇങ്ങനെ റേസിംഗ് മോഡില് പോകാറുണ്ടായിരുന്നു, ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പാട്ടാണ് മോട്ടിവേഷന് വേണ്ടി. അത് തിയേറ്ററിൽ കണ്ടപ്പം ഫുൾ, എനിക്കിപ്പോ സംസാരിക്കുമ്പോഴും എന്റെ രോമമൊക്കെ എഴുതിട്ട് വെക്കുന്നു, ഫുൾ ഗൂസ് ബംസ്. അങ്ങനെ മൊത്തത്തിൽ ഒരു കിടിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര എന്താ പറയുന്ന ഓരോ പാട്ടിനൊക്കെ ഡാൻസ് കളിക്കുകയും വിസിലടിയും ഒക്കെ ആയിട്ട് ഒരു 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 ഉത്സവത്തിനൊക്കെ കയറിയ പോലത്തെ ഒരു പ്രതീതി. അപ്പം ഞാൻ ഇതിനു മുമ്പ് ലിയോ പോയി കണ്ടായിരുന്നു. ഞാൻ കുറെ നാളുകൾക്ക് ശേഷം, ഞാനിപ്പം പുറത്താണുള്ളത്, അപ്പം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് പോയി കാണുന്നു. ഇവിടെ കാനഡ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പോയി കാണുന്ന തമിഴ് പടം ലിയോ ആണ്. അപ്പൊ അന്ന് ഇവര് ഇപ്പൊ ഗില്ലി റീ റിലീസ് ചെയ്തപ്പോൾ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ആഴ്ച വന്നതാണ്, പക്ഷെ അന്നേരം എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനോടത്ത് ഒരാഴ്ചയെ കാണത്തുള്ളൂ, പക്ഷെ അവര് അടുത്ത ആഴ്ച അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ തന്നെ അറിയാമല്ലോ, ഒരു റീ റിലീസ് പടം ഇവിടെ നോർമലി ഒരു തമിഴ് പടം വന്നാൽ തന്നെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ മാക്സിമം ഓടുകയുള്ളൂ, അതിനപ്പുറം പോവുകയല്ല. അപ്പം ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ ചിലതൊക്കെ കാണത്തുള്ളൂ. അപ്പം ആ അവസ്ഥയിൽ ഒരു റീ റിലീസ് പടം രണ്ടാമത്തെ ആഴ്ചയും കൂടെ ഓടിക്കുന്നുണ്ടെങ്കിൽ അറിയാലോ അതിന്റെ ഒരു പവർ. അപ്പൊ എനിക്ക് ലിയോയ്ക്ക് അന്ന് അവര് തന്ന ടിക്കറ്റിന്റെ മറ്റൊരു പതിപ്പാണ് ഇതിനും തന്ന കാര്യം. റീ റിലീസ് ആയതുകൊണ്ട് അവർക്ക് വേറെ ടിക്കറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യില്ല, അത് ലിയോയുടെ ടിക്കറ്റ്. അപ്പൊ അങ്ങനെ ലിയോയുടെ ടിക്കറ്റിൽ ഗില്ലി കാണുന്ന ഒരു ഭാഗ്യം എനിക്കുണ്ടായി. യെസ്, അപ്പൊ അതൊക്കെയാണ് എങ്ങനെ എന്താ പറയുന്നത്. വേറെ അതും ഇവിടെ ഈ പടം കാണാൻ പോണെങ്കിൽ വേറെ ജില്ല വിട്ട് പോകേണ്ട അവസ്ഥയാണ് എനിക്ക് ഇന്ത്യൻ പടം കാണണമെങ്കിൽ. അപ്പൊ ഞാൻ പോയ കാറില് ഊബർ പിടിച്ചാണ് പോയത്. അപ്പൊ ഊബറില് ഡ്രൈവ് ചെയ്തിരുന്ന പുള്ളി ഒരുമാതിരി ഗസ്പ്രിങ്ങിന്റെ ലുക്കുള്ള ഒരുത്തരായിരുന്നു. പുള്ളി റിയർ വ്യൂ മിററിലൂടെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഓർത്തു ഇനിയിപ്പോ എന്നോട് പറയായിരിക്കും വോൾട്ടർ ഗോ ബാക്ക്, ഗോ ഹോം വോൾട്ടർ. അതുപോലെ പറയുമ്പോ ഞാൻ ഓർത്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ കയറാൻ നോക്കിയിട്ടാണെങ്കിൽ ഒരു വാതില് തുറക്കാൻ ഇങ്ങനെ ആ വാതിൽ അടച്ചിട്ടില്ല. അപ്പൊ ഞാൻ തുറക്കാൻ നോക്കിയിട്ട് വാതിൽ തുറക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ദൈവം ഇനി പടം ഇല്ലേ, ഷോ ക്യാൻസൽ ആയോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരുന്നു. പക്ഷെ എന്തോ നമുക്കിത് തിയേറ്ററിൽ കാണണം എന്നുള്ള ഒരു എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ അകത്ത് കയറി അങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു മാജിക്കൽ എക്സ്പീരിയൻസ്. 20 വർഷങ്ങൾക്ക് ഇപ്പുറം കാണാൻ പറ്റും നമ്മൾ ആരെങ്കിലും ഓർത്തോ. ഐ മീൻ ഗില്ലി ഇടയ്ക്കിടയ്ക്ക് റീ റിലീസ് ആവുന്നതാണ്, പക്ഷെ എന്നാലും അന്ന് കണ്ട അതേ ഫീലൊക്കെ ഇപ്പോഴും തരാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ മാജിക്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു പടത്തിന് വിജയുടെ തന്നെ ഇപ്പൊ പോക്കിരിയോ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വേറൊരു പടം റീ റിലീസ് ചെയ്ത് കണ്ടാലും ഈ ഒരു ഫീല് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഗില്ലി എക്സ്പീരിയൻസ്. ഇപ്പൊ അറിഞ്ഞത് ഈ ഇന്ത്യയുടെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് റീ റിലീസ് പടമായിട്ട് മാറാൻ പോവാണെന്നാണ് കേട്ടത്. ഷോലയാണ് ഇതിനു മുമ്പ് വന്നത്. ഷോലയുടെ 3D അതിനെ എന്തോ 16 കോടിയോ അങ്ങനെ എന്തോ അത് കളക്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിനെ വെട്ടിച്ച് ഹയസ്റ്റ് ഗ്രോസിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. 25 crores നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോ ദിഗംബരൻ പറയൂ, ദിഗംബരന്റെ ചക്രവാണി പറയൂ, ചക്രവാണിയുടെ എക്സ്പീരിയൻസ് പറയൂ. സോ ഞാനത് ഞാൻ റീ റിലീസ് ഇവിടെ ആയിട്ടില്ല, അപ്പോൾ എനിക്കത് കാണാൻ സാധിച്ചില്ല. പക്ഷെ വെനെവർ നമ്മളിപ്പോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, നമ്മള് സൺ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക്
മിക്കവാറും ദീപാവലിക്ക് റിലീസ് ചെയ്യുന്ന ആ പടങ്ങളുടെ കൂട്ടത്തിൽ അവര് ഗില്ലി വരുമായിരുന്നു. മെർസലിന്റെ കൂടെ ഒക്കെ അല്ല വേറെ ആ ചാനലിലൊക്കെ മെർസൽ ഇടുമ്പോ അതിന് പകരം ഈ പകരം ഇത് ഇട്ട് ഇറക്കി വിടും. ആ എപ്പോഴും ആ, TRP ഹയസ്റ്റ് ആണ്. അതെ. അപ്പൊ ആ പടം ഇതിപ്പോ ഇതിനു മുന്നേ ഈ വിജയ് ഇതിനും തൊട്ടു മുന്നേ ഒക്കെ ആക്ഷൻ ഉള്ള പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇത്രയും വലിയൊരു സ്റ്റാർഡത്തിലേക്ക് വിജയിയെ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത പടം എന്ന് പറയുന്നത് ഗില്ലിയാണ്. അത് മിക്കവർക്കും അത് അറിയത്തില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ഞാൻ മാസ്റ്റർ കാണാൻ പോകുന്ന സമയത്ത് എനിക്കൊന്ന് കൊറോണ ജസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊറോണ തുടങ്ങി അല്ലെങ്കിൽ അത് കഴിഞ്ഞ ലോക്ക്ഡൌൺ ഉടനെ അതിന്റെ ഒരു ലോക്ക്ഡൌണിന് ശേഷം വന്ന ഫസ്റ്റ് വിജയ് സിനിമയായിരുന്നു. അപ്പൊ മാസ്റ്റർ കാണുമ്പോഴത്തേക്കും ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് മറ്റേ കബഡി എന്ന് പറഞ്ഞ പാട്ട്, ഇവിടെ കബഡി പാട്ട് കബഡി വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ലിറ്ററലി എന്റെ രോമം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു എന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് കാണുമ്പോഴത്തേക്ക് ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ എന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഷെയർ ചെയ്യാൻ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരൊന്നും വിജയ് പടങ്ങൾ അങ്ങനെ കാണത്തില്ലാത്തവർ. അപ്പൊ അവരെ ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് അപ്പൊ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല വാട്ട് ഇസ് ഹാപ്പനിങ്, വൈ ഈസ് ഹി സോ എക്സൈറ്റഡ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ നമുക്ക് ആ ഗില്ലി നമുക്ക് അറിയാം, പുള്ളി ആ ഹുഡി ഇട്ടുകൊണ്ട് ഓടുന്നത്, ഈ പാട്ട് വരുന്നതും അപ്പൊ അത് ഈ എന്റെ മറ്റേ DVD ഇതുണ്ടായിരുന്നു. അപ്പൊ അതില് ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഇങ്ങനെ ഇപ്പൊ പ്ലേ ബട്ടൺ അമക്കിയില്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് അതിന്റെ പടത്തിൽ എന്തെങ്കിലും ഇത് കാണിക്കുമല്ലോ. അപ്പൊ എപ്പോഴും അതിന്റെ അതെ. അകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് മറ്റേ ഈ ടൈറ്റിൽ കാർഡാ ഗില്ലിയുടെ. മറ്റേ വിജയ് ഇങ്ങനെ തിരിഞ്ഞ് ഇളയതളപതി വിജയ് എന്ന് വരുന്ന ആ സാധനം. ആ ഷോട്ട് തിയേറ്ററിൽ കാണാൻ പറയണ്ട. അപ്പൊ അതൊരു സെറ്റ് ഓഫ് വിജയ്ക്ക് ഒരു പുതിയ ഒരു ടൈപ്പ് ഓഫ് ഫാൻസിനെ ഔട്ട്സൈഡ് കേരള ആണെങ്കിലും ഔട്ട്സൈഡ് തമിഴ്നാടാണെങ്കിലും ഉണ്ടാക്കിയ ഒരു പടം എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് തമിഴ്നാട് നേരത്തെയും വിജയുടെ പടങ്ങൾ ഓടിയിട്ടുണ്ട്. ഇപ്പൊ തുള്ളാതെ മനവും തുള്ളും ഒക്കെ കേരളത്തിലൊക്കെ വന്നിട്ട് അത്യാവശ്യം പൂവേ ഉനക്കാക അതൊക്കെ നല്ല വിജയ് അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ട പടങ്ങളാണ് അതെല്ലാം. ഖുഷിയൊക്കെ ആണെങ്കിലും ആ സമയത്ത് വിജയ് വാസ് മോർ ഓഫ് കുറച്ചുകൂടെയും ഈ റൊമാൻറ്റിക് കോമഡി അങ്ങനത്തെ പടങ്ങളിലൊക്കെ ആയിരുന്നു. അതിന്റെ അകത്ത് ആക്ഷൻ വേണ്ടിയത് കൊണ്ട് മാത്രം പുള്ളി ആക്ഷൻ ചെയ്തു എന്നുള്ള. ഇതിപ്പോ ഒരു ത്രൂ ഔട്ട് ആക്ഷൻ കൊമേഴ്ഷ്യൽ മസാല പടം എന്നുള്ള രീതിയിൽ ശരിക്കും ഗില്ലിയാണ് പുള്ളി ആ ഒരു സ്പേസിലേക്ക് എത്തിച്ചതും. പിന്നെ തമിഴ് സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഫോർമാറ്റ് ഇപ്പം ലോകേഷ് ഒരു രീതിയിൽ പൊട്ടിച്ച പോലെ, അല്ലെങ്കിൽ ലോകേഷ് മാറ്റിമറിച്ച പോലെ അങ്ങനെ മാറ്റിയ ഒരാളാണ് ധരണി. അപ്പം ധരണിയുടെ ആണെങ്കിൽ ഇപ്പം ദില്ലും അതെ, ധൂളും അതെ, നമ്മുടെ ഈ പറയുന്ന എന്താ ഗില്ലി ആണെങ്കിലും അതെ, they had that angry young man thing, ലൈക്ക് അത് തിരിച്ച് തമിഴ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് പുള്ളിയാണെന്ന് തന്നെ പറയാം. പക്ഷെ അതിനു മുന്നേ നമുക്ക് കൊമേഴ്ഷ്യൽ പടങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു ആംഗ്രി യങ് മാൻ പടങ്ങളുടെ വരവ് അത്ര ഭയങ്കര കുറവായിരുന്നു. അപ്പം ഈ 3 പടം ഭയങ്കര കൾട്ടായിട്ട് നിൽക്കുകയും അതും ഐ തിങ്ക് അത് നല്ലപോലെ എന്താ പറയുന്നത് കൊമേഴ്ഷ്യലി ശരിക്കും തമിഴ് സിനിമയെ ഭയങ്കരമായിട്ട് മാറ്റി. അതൊരു വേറെ നെക്സ്റ്റ് ലെവൽ. അതിനുശേഷം ഇതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞ് കുറെ കൊമേഴ്ഷ്യൽ പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ടൈം വരുന്നത്. പക്ഷെ സംഭവം ധരണി വാസ് ഇപ്പൊ ഒരു ഇതെന്നാ വെച്ചാൽ ഗില്ലി ഓടിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് രത്നം ഓടുന്നത്. സെയിം പ്ലോട്ട് സെയിം കണ്ടിട്ട് അത് ഇതുവരെ കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ പഴയ ഒരു കൾട്ട് ഡയറക്ടർ, അതും അഗൈൻ ഹരി വാസ് ഓൾസോ വൺ ഓഫ് അവർ ലൈക് സ്റ്റിൽ ഇപ്പോഴും പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ സംഭവം തന്നെയാണ്. ഈ സിംഗം സീരീസിലേക്ക് വന്നപ്പോ തൊട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടായി തുടങ്ങിയത്. സിംഗം ഇപ്പൊ നോക്കുമ്പോ സിംഗം 2 വരെ കുഴപ്പമില്ല. 2 വരെ കുഴപ്പമില്ല. പക്ഷെ അതിന് മുന്നേ ഉള്ള അതിനുശേഷം വന്ന ഈ സിംഗം 3 സാമി 2-നെ കൊന്നത് ഞാൻ ഇപ്പോഴും പുള്ളിയോട് ഞാൻ ക്ഷമിക്കത്തില്ല. കാരണം ഐ ജസ്റ്റ് കുഡന്റ് ആക്സെപ്റ്റ് ദ ഫാക്ട്, ബിക്കോസ് സാമിയൊക്കെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പോലീസ് പടം അല്ലെങ്കിൽ ഓൾ ടൈം ഫേവറേറ്റ് കൊമേഴ്ഷ്യൽ സിനിമ എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ. എന്റെയിലും ഇപ്പം ദിഗംബരന്റെ
ഗില്ലിയുടെ CD ഉണ്ടായിരുന്ന പോലെ എന്റെ ഉണ്ടായിരുന്നത് സാമിയുടെ CD-യാ. ആ അപ്പൊ എന്തേലും സാം ഉണ്ടായിരുന്നു ആ ആദ്യം. അപ്പൊ അപ്പൊ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഈ സിനിമയൊക്കെ ഇരുന്ന് കാണുന്ന ടൈമാ. പുള്ളിയുടെ ഹരിയുടെ ഓൾമോസ്റ്റ് മിക്ക പടങ്ങളും ദേവർ ഗ്രേറ്റ്, ബട്ട് സാഡ്ലി ഐ ഡോണ്ട് നോ, വി ഹിയർ സം വെരി പുവർ റിവ്യൂ അബൌട്ട് രത്നം. But hope Hari bounce back with some other thing, because Yane was a good film for a commercial cinema, for a commercial mass പടം. അത് അത്ര വലിയ ബഡ്ജറ്റിൽ എടുക്കാത്തതുകൊണ്ട് പുള്ളിക്ക് റിക്കവർ ചെയ്യാനും ഐ തിങ്ക് ആ യാനെ വാസ്. ആ പിന്നെ യാനയുടെ കൂട്ടത്തിൽ അധികം വേറെ പടങ്ങളും ഇല്ലായിരുന്നു. ബട്ട് എനിവേ ഐ സോ ഇറ്റ് ആൻഡ് ഐ ഡിഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ് റിയലി ബാഡ് അബൌട്ട് ഇറ്റ് ഓർ എനിത്തിങ്. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പുള്ളി നല്ലതായിരുന്നു. ചെയ്തു. അതും ഉം. മറ്റേ സിംഗിൾ ഷോട്ട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു ഫൈറ്റ് സീൻ അതൊരു മസാല പടത്തിൽ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഹി ഡിഡ് ഇറ്റ് ഇൻ എ പ്രിറ്റി ഗുഡ് വേ. സോ യാ, ലൈക്ക് വൈസ് ധരണി പോലും ഐ തിങ്ക് ആഫ്റ്റർ ഒസ്തി ഹി ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഹിം. പുള്ളി എനിക്കൊന്ന് റിട്ടയർ ചെയ്തതാണോ അതോ പുള്ളിയുടെ കഥയില്ലാഞ്ഞിട്ട് പുള്ളി മാറി നിന്നാണോ, ലൈക്ക് എന്താണെങ്കിലും ഇപ്പം നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സ്റ്റഫോ സോഴ്സോ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. അല്ലെ നമ്മൾ ഒരെണ്ണം ഇറക്കി നമ്മുടെ ആ ഒരു പേര് കളയുന്നതിനേക്കാളും ഭേദം. അപ്പം ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പൊ കുരുവി ഹിറ്റായിരുന്നു ആ സമയത്ത്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ കുരുവി ഹിറ്റായിരുന്നു എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട്. അതെ, പക്ഷെ ഒരു ആവറേജ് ഇതായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഹിറ്റ് എന്ന് ഓക്കെ, പറയാൻ കാരണം പറ്റില്ല, ഒരു ആവറേജ്. കാരണം ഗില്ലി കഴിഞ്ഞിട്ട് വന്ന വിജയ് പുള്ളി തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആയിരുന്നു. അപ്പൊ അതിന് എക്സ്പെക്ടേഷൻസും ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ ആ സിനിമ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്റെ റൂംമേറ്റിനൊക്കെ ഞാനുണ്ട്, എനിക്കിഷ്ടം. പൊതുവെ എനിക്ക് എന്റെ ഗിൽറ്റി ഇച്ചിരി പ്ലഷറാണ് അങ്ങനപരമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അധികം അത് കാണാതെ. പക്ഷെ കുരുവി. സ്റ്റിൽ എന്താന്നറിയോ, ഇച്ചിരി വെട്ടമാണ് കുറച്ചൊക്കെ, മറ്റേ ഡയമണ്ട് എടുത്തോണ്ട് അതെ. പോയിട്ട് മറ്റേ അതൊക്കെ കൊണ്ട് പറയും. പക്ഷെ എനിക്കിഷ്ടം ഒരു പിന്നെ വെട്ടവും. പിന്നെ മറ്റേ നമ്മള് പ്രഭാസിന്റെ മറ്റേ പടം, എന്താ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പ്രഭാസിന്റെ ഒരു പടം ഉണ്ട്, അതിന്റെ സെയിം എന്നാ വജ്ര എന്തോ എന്തോ പതിയെ എന്തോ വജ്രപതിയോ എന്തോ അങ്ങനത്തെ എന്തോ ഒരു പേരായില്ലേ അല്ല, അതിനെന്തോ. ഈ ഈ മറ്റേ ഞാൻ ഈ ധരണിയുടെ പഴയ പടങ്ങളിലൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ അതിനെപ്പറ്റിയൊക്കെ വായിക്കുമ്പം ഞാൻ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിദ്യാസാഗറിന്റെ ഒരു പാട്ടുണ്ട്, തൊട്ട് തൊട്ട് പേസും സുൽത്താന എന്ന് പറഞ്ഞൊരു പഴയ പാട്ടുണ്ട്. ഭയങ്കര 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 പെപ്പി പാട്ടാ. അതിൻ്റെ അകത്ത് നമ്മുടെ രാജു സുന്ദരവും സിമ്രാനും കൂടെ ഉള്ള പാട്ടാണ്. അപ്പൊ ആ പാട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പഴയ പാട്ടുകളൊക്കെ വിദ്യാസാഗറിന്റെ ഇങ്ങനെ ഇരുന്ന് പ്ലേലിസ്റ്റ് കേൾക്കുമ്പോൾ ഈ പാട്ട് ഡിസ്കവർ ചെയ്ത് പണ്ടെന്തോ ചെറുപ്പത്തിൽ കേട്ടിട്ട് പിന്നെ കേൾക്കുന്ന പാട്ടാ. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ പടത്തിന്റെ ഡയറക്ടർ ധരണിയാണ്, ഇതിനകത്ത് നായകൻ മമ്മൂട്ടിയായിരുന്നു. അപ്പം എന്തോ എതിരും പുതിരും അങ്ങനെ എന്തോ ആണ് ആ പടത്തിന്റെ പേര്. മമ്മൂട്ടി കളക്ടർ കണ്ണൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അത് സിനിമ അത്യാവശ്യം എന്തോ ഹിറ്റൊക്കെ ആവോ, അവാർഡൊക്കെ കിട്ടുമോ, എന്തൊക്കെയോ ചെയ്ത സിനിമയാ. സോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇതുപോലെ രണ്ട് വലിയ കൊമേഴ്ഷ്യൽ ഡയറക്ടേഴ്സിന്റെ ആദ്യത്തെ പടം മമ്മൂട്ടിയെ വെച്ചായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ലിംഗുസ്വാമിയുടെ ആനന്ദം, ധരണിക്ക് ഈ പടം. അപ്പോ ബട്ട് അവരുടെ ഒരു കൊമേഴ്ഷ്യൽ ഫോർമാറ്റിൽ വരാത്ത രണ്ട് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ആനന്ദമാണെങ്കിലും കുറച്ചുകൂടെ ഭയങ്കര ഫീൽ ഗുഡ്, മറ്റേ വീരത്തിന്റെ ആക്ഷൻ ഇല്ലാത്ത പടം അത്. ആക്ഷൻ ഇല്ലാത്ത വീരമാണ് ആനന്ദം. അപ്പം നല്ല പടമായിരുന്നു. ഓഫ് കോഴ്സ്. അപ്പൊ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്, സോ ഗില്ലി ഞാനിത് സൺ ടിവിയിലാണ് കാണുന്നതും. ആൻഡ് ഐ ഡോണ്ട് നോ, കൊമേഴ്ഷ്യലി ഇറ്റ് ഹാഡ് എവറിത്തിങ് ദാറ്റ് യു ആസ്ക് ഫോർ. അടിപൊളി പാട്ടുകൾ ഉണ്ടായിരുന്നു, ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും കിടിലം. അതിൻ്റെ അകത്ത് ഒരുപാട് മൂവ്മെന്റ്സ്. അത് ആക്ടിങ്ങിനാണെങ്കിൽ പോലും പ്രകാശ് രാജിനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ലിറ്ററലി യു കാൺ റിയലി ടെൽ ഹിം ടു ഡു സർട്ടൻ തിങ്സ്. എനിക്ക് തോന്നുന്നില്ല അത് പറ്റുമെന്നുള്ളത്. കാര്യം ഈ പടം ഇത് നമ്മളെല്ലാം ആലോചിക്കേണ്ട കാര്യം എന്താ പറയുക, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദിസ് മൂവി ഈസ് എ റീമേക്ക് ഓഫ് എ തെലുഗു ഫിലിം. അപ്പൊ അതാ ആ തെലുഗു ഫിലിമിന്റെ റീമേക്ക് ആയിട്ട് ഇത്രയും കൾട്ടായത്. ഇപ്പം സെയിം കേസ് ഇപ്പൊ രജനീകാന്ത് പണ്ട് ഭാഷ അമിതാഭ് ബച്ചന്റെ ഒരു പടത്തിൽ നിന്ന് റീമേക്ക് ചെയ്തു.
കമൽഹാസൻ ഉം. സത്യ ഒരു ഹിന്ദി പടത്തിൽ നിന്നാണ് റീമേക്ക് ചെയ്തത്. ബട്ട് മോർ ദാൻ ദി ഒറിജിനൽ ഫിൽംസ്, ദീസ് റീമേക്സ് ഹാവ് ബിൻ എ ബിഗർ കൾട്ട് ആൻഡ് യുനോ കൾട്ട് എന്നുള്ളൊരു സ്പേസിലേക്ക് പോയി. വസുരാജാണെങ്കിലും അതെ മുന്നേ വസുരാജ് ആണെങ്കിൽ പോലും ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കുറെ പടങ്ങൾ റീമേക്ക് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നൻപൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ഞാൻ ഒത്തിരി ഇരുന്ന് ചിരിച്ച ഞാൻ പടം. ആദ്യം അതാ കണ്ടത് 3 days മുന്നേ. ഇത് എന്നെ ഒരുപാട് ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ടുണ്ട്, എന്തുവാടാ നീ മറ്റേ 3 Idiots-ആയിട്ട് ഇത് കമ്പയർ ചെയ്യുന്നു. പക്ഷെ ഐ ജെനുവിൻലി ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ഫണ്ണി. കാരണം എന്താ പറഞ്ഞാൽ ഉം. ഒരു അവരുടെ ആ പടം. കോംബോയും ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതെ വിജയ്, അതെ 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 ജീവ, ശ്രീകാന്ത്. ജീവ ശ്രീകാന്ത് അത് കറക്റ്റ് കാസ്റ്റിംഗ് വൈസ് ആണെങ്കിലും ഞാൻ നോക്കിയിട്ട് ഇതിലും ആ കറക്റ്റ് മറ്റവന്റെ ശർമാൻ ജോഷിയുടെ ഒക്കെ കറക്റ്റ് റീപ്ലേസ്മെന്റ് ആയിരുന്നു ജീവ. അത് ജീവ ആ, അതും ഐ വിൽ ബി വെരി ഓണസ്റ്റ്, ഇപ്പൊ ബൊമ്മൻ ഇറാനി ചെയ്ത 2 ക്യാരക്ടേഴ്സ്, തമിഴിലെ മെയിൻ 2 നടന്മാര് നല്ല കിട്ടിലുമായിട്ട് അത് ഇത് ചെയ്തിട്ടുണ്ട്, എന്താ ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ഡീൻ അത് ഒരിക്കലും നമുക്ക് മുന്നബൈക്കകത്ത് ആ അത് പ്രകാശ് രാജ്. പ്രകാശ് രാജിന്റെ ഇതേപോലത്തെ ഒരു വിളയാട്ടമായിരുന്നു അത്. ഇതിന്റെ അകത്താണെങ്കിൽ മറ്റേ വിറുമാണ്ടി സന്തനം, വൈറസ് നമ്മുടെ സത്യരാജ്. സത്യരാജ്. ഓ എനിക്ക് സത്യരാജ് അല്ലാതെ സത്യരാജിന്റെ വേഷമാണ് ഇഷ്ടം. സത്യം എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്യാരക്ടറായിട്ട് അത്രയ്ക്ക് ബ്ലെൻഡ് ആയിരുന്നു പുള്ളി. സോ ഐ മീൻ ഹാറ്റ്സ് ഓഫ് ടു ശങ്കർ ഫോർ കാര്യം ശരിയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പാട്ടുകളും ഒരു ബ്രഹ്മാണ്ഡം കാണിക്കാൻ ശങ്കർ ഇച്ചിരി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നെ usual-ആണ്. അത് യൂഷ്വലാണ്, അതില്ലാതെ ശങ്കർ പടം ഇല്ല. ബട്ട് എനിവേസ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് മേക്ക് ഇറ്റ് ക്രിഞ്ച് ഓർ ഓക്വേർഡ് ഓർ എനിത്തിങ്. ഇറ്റ് ലുക്ക് ഗുഡ്. സോ ലൈക്ക് വൈസ് ഇത് ഞാൻ ഈ ഗില്ലിയെ പറ്റിയിട്ട് പീപ്പിൾ സ്റ്റിൽ ടോക്ക് അബൌട്ട് ഇപ്പം വിജയ് ഫാൻസ് ആയിട്ട് വരുന്ന ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് എല്ലാം വിജയോടെ പടം ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ഉള്ളിൽ. ആ ഗില്ലി ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ ഉണ്ട്. ഇപ്പൊ ലോകേഷ് ആണെങ്കിൽ ലോകേഷിനടുത്ത് ചോദിച്ചാലും യെസ്, ലോകേഷിനോട് ചോദിക്കുമ്പോ അവനും ഗില്ലി എന്നാ പറയുന്നത്. എത്ര രത്നകുമാറിന്റെ അടുത്ത് ചോദിക്കുമ്പോ ഗില്ലി എന്നാണ് പറയുന്നത്. സോ ദർ ആർ പീപ്പിൾ ഹൂ ലിറ്ററലി ലവ് ദ ഫിലിം ലൈക്ക് എനിത്തിങ്. അപ്പം സോ ആ ഒരു കാര്യം ഈ പടം അതിപ്പം മഹേഷ് ബാബുവിന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി തന്നെ സമ്മതിച്ച കാര്യമുണ്ട്. വിജയുടെ ഗില്ലി അത് ഗില്ലി എന്ന് പറഞ്ഞാൽ വിജയുടെ ഗില്ലിയാണ് ബെറ്റർ പടം. പക്ഷെ പുള്ളി വേറൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല് പോക്കിരി പുള്ളിയുടെ ആണ് ബെറ്റർ എന്നുള്ളതാ. ഐ ഹാവ് എ വെരി ഡിഫറെന്റ് ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്. ഞാനിപ്പോഴും ചിലപ്പോ ആലോചിക്കും സ്പൈഡറിന്റെ അകത്ത് വിജയ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പടം ഞാനത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തു. ഹോസ്പിറ്റൽ സീനൊക്കെ കണ്ടപ്പോ ഒന്നും വേണ്ട അതിന്റെ അകത്ത് വെറുതെ കൊണ്ടുവന്ന ഭരത്തിനെ പിടിച്ച് മഹേഷ് ബാബുവിന്റെ ക്യാരക്ടറിൽ ഇട്ടിരുന്നെങ്കിൽ പോലും കാരണം എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ, ലൈക്ക് ഐ സി ഓൾ ഡ്യൂ റെസ്പെക്ട് ടു മഹേഷ് ബാബു ഫാൻസ്, വി ആർ അതാ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഹാർഡ് കോർ മഹേഷ് ബാബു ഫാൻ അല്ലെങ്കിലും പുള്ളിയുടെ ചില പടങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നല്ലതാണ്. മറ്റേ നേനൊക്കൊടുനി ആ സാധനം, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ലൈക്ക് ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ വിജയുടെ അവസാനം എന്തായിരുന്നു, വംശി ഡയറക്ട് ചെയ്ത പടം ഇല്ലെന്ന് അതിന്റെ പേര് വാരിസ്. നല്ല ഒരു മഹേഷ് ബാബു പടമാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി തെലുങ്ക് വന്നോണ്ടായിരിക്കും തെലുങ്കിൽ എടുക്കാൻ. ഐ ഡോണ്ട് നോ, ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് മഹേഷ് ബാബു ഫിലിം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വാരിസ് ഇസ് എ ഹിറ്റ്. സോ അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. തുണിവാണെങ്കിൽ പോലും അത് നല്ലൊരു പവൻ കല്യാൺ പടമായിരുന്നു എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അതെ, ഞാനെപ്പോഴും അങ്ങനെ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ അഗൈൻ സി വി ബോത്ത് ലൈക്ക് അജിത്, ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഹീസ് നോട്ട് അപ് ടു the level that we personally expect. So yeah, അപ്പൊ coming back to the topic again, നമ്മൾ കോൺട്രവേഴ്ഷ്യൽ ആവുന്നില്ല. അപ്പം അപ്പൊ ഗില്ലിയുടെ കാര്യത്തിൽ അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സോങ്സ് ആണെങ്കിലും അന്ന് ഈ വിദ്യാസാഗറിന്റെ ഒക്കെ ഒരു ഗുണം ഇപ്പോഴത്തെ ഞാൻ ആരെയും നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതല്ല. ഐ മീൻ ഓൾ ദീസ് ന്യൂ ഡയറക്ടേഴ്സ്, ന്യൂ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇവർക്കെല്ലാം
അവരുടെ ഒരു പടത്തിലെ സിംഗിൾ റിലീസ് ചെയ്ത് ഹിറ്റ് ആവുന്ന സ്പേസിൽ വിദ്യാസാഗറും ഹാരിസ് ജയരാജ്, ജയറാമൻ ആൻഡ് ഓൾ ദോസ് പീപ്പിൾ യൂസ് ടു ഡ്രോപ്പ് ആൻ ആൽബം ആൻഡ് ദി ഹോൾ ആൽബം യൂസ് ടു ലൈക്ക് യുനോ എല്ലാവരുടെയും പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ എല്ലാവരുടെയും മ്യൂസിക് സിസ്റ്റം റൂൾ ചെയ്യുമായിരുന്നു ഇവരുടെ പാട്ടുകൾ. ആ ലൈക്ക് എന്തൊരു ഫംഗ്ഷൻ ആണേലും അങ്ങനെ എന്ത് പരിപാടി ആണേലും എല്ലായിടത്തും അവരുടെ പാട്ടുകൾ ഉണ്ടായിരിക്കും. യെസ് യെസ്, എനിക്കൊന്ന് മലയാളത്തിലാണെങ്കിൽ പോലും അത് അവസാനം ഒരു മ്യൂസിക് ഡയറക്ടർ അത്രയും അങ്ങനെ ഒരു പ്രിവിലേജ് അനുഭവിച്ച ചിലപ്പോൾ ദീപക് ദേവും ജാസി ഗിഫ്റ്റും ആയിരിക്കാം. കാരണം ഇപ്പൊ ആ ജാസി ശരിയാ. അണ്ണന്റെ ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ കല്യാണത്തിന് മറ്റേ ഫുള്ള് കംപ്ലീറ്റ് ലജ്ജാവതിയും ഫോർ ദ ഉള്ള പാട്ടായിരുന്നു എന്നൊക്കെയാണ്. സോ യാ സോ ലൈക്ക് വൈസ് ഗില്ലിക്കകത്താണേലും പാട്ടുകളെല്ലാം അതിപ്പം നമ്മൾ ധരണിയുടെ പടത്തിലെ പാട്ടുകൾ എടുത്തു നോക്കാം. ഇപ്പം കുരുവി, ദില്ല്, ധൂള്, ഗില്ലി, ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും വിദ്യാസാഗറാണ് മ്യൂസിക് ചെയ്തതും. എല്ലാ പാട്ടുകളും സൂപ്പറാണ്. ഇപ്പൊ കുരുവിക്കകത്താണെങ്കിലും ആൽബം വൈസ് ഐ സ്റ്റിൽ ഹാവ്, ഐ തിങ്ക് എവിടെയോ കിടപ്പുണ്ട്. കുരുവിയുടെ CD ഉണ്ടായിരുന്നു എൻ്റെ പാട്ടിന്റെ. അതിന്റെ തീം മ്യൂസിക് അടിപൊളിയാണ്. ഓ അടിപൊളിയാ. കുരുവിയുടെ തീം മ്യൂസിക്കും ഈ പറയുന്ന പോലെ നമ്മുടെ ഉദിത്ജി പാടിയ തേൻ 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 ആ പാട്ടൊക്കെയാണ്. ആ പാട്ടൊക്കെയാണല്ലോ. പിന്നെ മലേഷ്യയിൽ മറ്റേ യോഗി ബിയുടെ ഒരു പാട്ടുണ്ടല്ലോ. ഹാപ്പി ന്യൂ ഇയർ. ആ പാട്ടൊക്കെ കിടിലായിരുന്നു. ഇപ്പൊ പല്ലാനത് ആണെങ്കിലും കിടിലും. അത് നമ്മളെ വിദ്യാസാഗർ തന്നെ പാടിയ പാട്ടാണ്. അതിന് ഒരു ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ആ പാട്ട്. സോ അഗൈൻ കമ്മിങ് ബാക്ക് ടു ഗില്ലി. ഗില്ലിക്കകത്ത് ഈ പറയുന്ന പോലെ അർജുന റിവിൽ എന്ന് പറയുന്ന ഒരു പാട്ടിട്ടോണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് മീംസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇറ്റ് റിയലി ഹാസ് ദാറ്റ് പവർ ടു, എന്താ പറയുന്നത്, നമ്മളിങ്ങനെ അങ്ങ് തീ കൊടുത്തു ആ പാട്ട്. ഭയങ്കര കേട്ടിട്ട് അതുപോലെ ആരെങ്കിലും കൊണ്ട് അതൊരു രക്ഷയില്ലായിരുന്നു. അത് നമ്മൾ മറ്റേ ക്ലാസ്സിൽ വെച്ച് കളിയാക്കുമായിരുന്നല്ലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ. ബെഞ്ചിന്റെ അറ്റമൊക്കെ പൊക്കിട്ട് സീർട്ട് വലിച്ചോണ്ട് ഇങ്ങനെ പുള്ളി ജിപ്സി ആൾക്കാരത് ട്രോൾ ചെയ്യേ. ഇപ്പം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസില് മറ്റേ വിൻഡീസില് മറ്റേ ഇത് 7ന്റെ അകത്ത് പൊക്കിയിട്ട് അടിയിന്ന് മറ്റേ ഗോഡ്സെ എടുക്കാൻ നോക്കും. അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഒരു സ്റ്റെപ്പിന് മാറ്റാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ല. വിൻഡീസ് പൊക്കുന്ന പോട്ടെ, 3 ബിൽഡിംഗ് ചാടിച്ചു കൊണ്ടുവന്നതിന് ആർക്കും ഒരു രക്ഷയില്ല. സോ ആ പാട്ടുണ്ട്. പിന്നെ അപ്പടി പോടെന്ന് പറയുന്ന പാട്ട് ഏത് ലെവല് ഹിറ്റ് ആയിരുന്നു എന്ന് പറയേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ലൈക്ക് പീപ്പിൾ, അത് ആൾക്കാര് ട്രോൾ ചെയ്യാനാണെങ്കിൽ പോലും പല പടത്തിലും യൂസ് ചെയ്തിട്ടുള്ള പാട്ടാണ് അത്. ഒത്തിരി പടത്തിന്റെ അകത്ത് ആ പടത്തിന് ഇപ്പൊ അയന്റെ അകത്ത് സൂര്യ കുളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പടി പോട് പോടുത്ത് പറഞ്ഞ പാടുന്ന. അപ്പൊ ആ പാട്ടിന്റെ ഒരു എഫക്ട് അത് ഏത് ലെവലിൽ ആ പാട്ടിനൊക്കെ റീച്ച് കിട്ടിയെന്നുള്ളതാണ്. പിന്നെ അഗൈൻ അർജുന റിവില് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോഴത്തേക്കും ഇവൻ നമ്മൾ നോക്കുമ്പോ സുഖ്വീന്ദർ സിംഗ് ആ പാടുന്നത്. സുഖ്വീന്ദർ സിംഗ് പാടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര എഫക്ട് വരുമായിരുന്നു. അത് ഭയങ്കര ഒരു അത് ഈ നമ്മുടെ തമിഴിലുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, ഈ വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, ജയറഹ്മാൻ. ഇവര് 3 പേർക്കുമാണ് മെയിൻ ആയിട്ട് ഈ നോർത്ത് ഇന്ത്യൻ ആൾക്കാരെ ഇറക്കി തല്ലി പണിയെടുപ്പിക്കുന്ന മെയിൻ ടീംസ്. ഉദിത് നാരായണൻ, സുഖ്വീന്ദർ സിംഗ്, ഇവരെയൊക്കെ വെച്ച് ഇപ്പം യുവൻ ശങ്കർ രാജൻ ചെയ്തിട്ടുണ്ട്. പഴയ ഒരു പടത്തില് നമ്മുടെ ജ്യോതിക സൂര്യ ഉള്ള പടത്തില് CBI ഇങ്ക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതും സുഖ്വീന്ദർ സിംഗ് ആ പാടിയത്. അത് നമുക്ക് ഇതേപോലെ തന്നെ ലിറിക്സ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ ഹാരിസ് ജയരാജിന്റെ ഒരു പാട്ടും സുഖ്വീന്ദർ സിംഗ് പാടിയിട്ടുണ്ട്. നമ്മുടെ 12B എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്ത് സുനിൽ ഷെട്ടി ഉള്ള ഒരു പാട്ടുണ്ട്. എന്റെ അളിയ നമുക്കൊരു തേങ്ങ മനസ്സിലാത്തില്ല, പക്ഷെ കിടിലം പാട്ടാ. വേറെ ജ്യോതി നിരഞ്ജവ എന്ന് പറഞ്ഞൊരു പാട്ടാ. എനിക്ക് അത്രേ അറിയത്തുള്ളൂ ആ പാട്ടിന്റെ. ബാക്കി ഇയാള് പാടുന്നത് നമ്മൾ ഇപ്പൊ കേട്ടാ നമുക്ക് ചിലപ്പോ തെറിയായിട്ടൊക്കെ തോന്നും, മലയാളം തെറിയായിട്ട് തോന്നും. അപ്പൊ ഐ സജസ്റ്റ് യു ഗൈസ് ലിസൺ ടു ദാറ്റ് സോങ്. 12Bക്കകത്ത് ജ്യോതി നിരഞ്ജവ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അയ്യോ, അത് ആ സിനിമയിൽ ആ പാട്ട് വരുന്ന സീക്വൻസ് ഇച്ചിരി ക്രിഞ്ചാ. അത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ലൈക്ക് യു ഗൈസ് കൻ വാച്ച് ഇറ്റ്. സോ അതുകൊണ്ട് പിന്നെ കൊക്കരക്കോ എന്ന് പറഞ്ഞ പാട്ടും അതും നമ്മുടെ ഫേവറേറ്റ് ഉദിത് നാരായണൻ ഉദിത്ജി പാടിയതാണ്. കാരണം നമുക്ക് ഭയങ്കര വ്യത്യാസം അറിയാം. ഉദിത് നാരായണൻ പാടുന്ന ഒരു സൈഡിൽ കൂടെ സുജാത പാടുന്നു,
സുജാത മലയാളിയായിട്ടുള്ള സുജാത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുമ്പോ പുള്ളി മറ്റേ പുള്ളിയുടെ മൂക്ക് വെച്ചുള്ള പരിപാടി. സി ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് ഹിം അഗൈൻ. ഉദിത് നാരായണൻ പക്ഷെ ഉള്ളതുകൊണ്ട് ആ അത് പാട്ടിന് നമുക്ക് എഫക്ട് ഉണ്ട്. ഇഷ്ടമാണ്. കാര്യം ആ അതെ അതെ ഈ അതെ പദം പൂത്ത് നിക്കണ. അതെ. അപ്പോ അപ്പൊ എടാ എനിക്ക് ഇതിന്റെ അത് അകത്ത് മറ്റേ ബീജിയം ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഇവരുടെ ആ മെലഡി ഒരെണ്ണമുണ്ടല്ലോ, കാതല ആ കാതലാടെ അത് യെസ്, നൈസാണ്. നല്ല അതും ഫീലുള്ള ഒരു നല്ലതാണ്. പരിപാടി. അതും ഈ അർജുനാരവില്ലിന്റെ അകത്തെ ഒരു ഭാഗം അവസാനം മറ്റേ ഇവളെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന സമയത്ത് ഒരു BGM ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതും നല്ല രസമാണ് കേൾക്കാൻ. അതും ഭയങ്കര, അത് അന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഗുണമായിരുന്നു ആ പടം. സോ എനിവേ, ആൻഡ് ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ പോലും ഇതിന്റെ ഫൈറ്റ് മാസ്റ്റേഴ്സ് ആരാന്ന് എനിക്ക് അറിയത്തില്ല. കനൽ കണ്ണൻ അല്ലെന്ന് മാത്രം എനിക്കറിയാം. വേറെ ആരോ ആണ് ഇതിന്റെ ഫൈറ്റ് ചെയ്തിരുന്നത്. ആ ഫൈറ്റ് ആണെങ്കിൽ പോലും ഭയങ്കര, ഇപ്പോഴും കാണുമ്പോഴും ഭയങ്കര ത്രില്ലിങ്. നമുക്ക് ആ മൂമെന്റ്സ് ഒക്കെ ഇപ്പോഴും എൻജോയ് ചെയ്യും. അതും അന്നത്തെ ഡയറക്ടേഴ്സ് ഈ പറയുന്ന പോലെ നമ്മള് ഈ BGMലോട്ട് നമ്മൾ എടുത്തു നോക്കത്തൊന്നുമില്ല. ബട്ട് ദ BGM വിൽ ബി പാർട്ട് ഓഫ് ആർ എക്സൈറ്റ്മെന്റ്. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റേത് ഇപ്പോൾ ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം ആ ഒരു സീനിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു BGM എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് അത് എടുത്തിങ്ങനെ കാണാം. നമുക്കത് എടുത്തറിയാൻ പറ്റും. പക്ഷെ ഇത് ആ സിനിമയുടെ ഫ്ലോയിലൂടെ ഇതെല്ലാം പോവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രകാശ് രാജിന്റെ ക്യാരക്ടർ, അത് ഇറ്റ്സ് മാഡ്. കാരണം പുള്ളി തെലുങ്കിലും അഭിനയിച്ചു. സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്തു. തെലുങ്കില് പുള്ളിനെ ഏതാണ്ട് ആ ചെടിയിൽ മുക്കിയിട്ടായിരുന്നു പടം മുഴുവൻ കൊണ്ട് ആ നടന്നത്. അതെ പക്ഷെ അതെ, ഇതിൽ അങ്ങനത്തെ പരിപാടി ഒന്നും കാണിച്ചില്ല. ഇല്ല ഇല്ല. ഭയങ്കര എന്താ പറയുന്നത്, എല്ലാ രീതിയിലും ഇപ്പം നമുക്കിപ്പം പ്രകാശ് രാജിന്റെ ഇത് തന്നെ ഇപ്പൊ എടുത്തു നോക്കിയാല് എന്തുമാത്രം ട്രോളും മീമുമാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഈ ഒരു ചെല്ലോ ചെല്ലോ എന്ന് പറഞ്ഞ പുള്ളിക്ക് അതൊരു അടയാളമായിട്ട് മാറി കഴിഞ്ഞ അതാ പടം കഴിഞ്ഞ് കഴിയുമ്പം. ആര് എനിക്ക് പുള്ളി തോന്നി കണ്ടാലും ചെല്ലോ ഹായ് ചെല്ലോ എന്ന് പറയുന്ന ഒരു സംഭവം. അത് ശരിക്കും രണ്ട് പടത്തിനാണ് തൃഷയും പ്രകാശ് രാജും ഫേമസ് ആയത്. ഒന്ന് അഭിയും നാനും എന്ന് പറഞ്ഞ സിനിമ, അതൊരു നല്ലൊരു ഫീൽ ഗുഡ് വേറൊരു നൈസ്, സ്പേസിലുള്ളൊരു പടമാണ്. അടിപൊളി ആ പടമാണ്. അവിടുന്ന് അതിനുശേഷം എനിക്ക് തോന്നുന്നു വന്നത് ഇപ്പോഴാന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു പടം, എന്താ പറയുന്നത്, ഈ ഒരു പടം വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അഭിയും നാനും ഇറ്റ്സ് നോട്ട് എ മൂവി ദാറ്റ് പീപ്പിൾ റിയലി ടോക്ക് അബൌട്ട് ഇതുപോലെ. അതിലവരെ അച്ഛനും മോളും. പക്ഷെ ഇതില് അച്ഛനും മോളും ധനലക്ഷ്മിയെ വൈഫിടാ ഡാർലിംഗ്. ഡോർലി. അത് എടാ ഈ പടം റിലീസ് ചെയ്തതിന് ശേഷം തോന്നുന്നു എനിക്കൊന്ന് ഒരുപാട് മറ്റേ പ്രകാശ് രാജിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും വന്നത് എനിക്കൊന്ന് ഈ പടത്തിന് ശേഷം തോന്നുന്നു. അത് എല്ലാരും ഇത് കഴിയുമ്പോ ഹായ് ചല്ലോ ചള്ളത്തെ തൂക്കിട്ട് പോറാണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സാധനം വന്നതും. അതെ, മറ്റേ എന്താ പറയുന്നത്, മറ്റേ അവയെ വൈഫ് ഡാർലിങ്, പിന്നെ ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷൻ, അതൊക്കെ വേറെ ലെവലായിരുന്നു. ഇപ്പം അങ്ങനെ എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ തിയേറ്ററിൽ കണ്ടോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഈ മുത്തുപ്പാണ്ടിയുടെ ഓരോ ഡയലോഗും ആൾക്കാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. മറ്റേ എന്നാ വായ് 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 മറ്റില്ല എന്നെ ഉണ്ണില്ല നായി തൂക്കിട്ട് പോവും, അങ്ങനത്തെ ഡയലോഗ്. അപ്പൊ അങ്ങനെ പ്രകാശ് രാജിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെ, പിന്നെ എനിക്ക് തന്നെ ഇതും ആ മറ്റേ അന്യന്റെ അടുത്ത പുള്ളി അവസാനം പറയുന്ന ഡയലോഗ് ഭയങ്കരമായിട്ട് ആൾക്കാര് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രജനി പാത്രക്ക, കമല പാത്രക്ക, സുഭാഷി പാത്രക്ക, MG ആണ് ഉണ്ണമാരുന്നു. അതൊക്കെ അത് ശരിക്കും ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് മലയാളത്തെ ലാലു ലക്സിനെ നമ്മളൊരു പ്രത്യേക രീതി കളിയാക്കുന്ന പോലെ പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള കുറെ ചേഷ്ടകളുണ്ട്. ഇങ്ങനെ മാനറിസംസ്, സൗണ്ട് കൊണ്ടുള്ള എന്ന് പറയുന്നല്ലേ. മറ്റേ ലാലു അലക്സിനാണെങ്കിൽ നമുക്ക് മലയാളം മറ്റേ എന്താ ഉറങ്ങാതിരിക്കുമ്പോ സമയത്ത് തൂങ്ങാതെ തമ്പി തൂങ്ങാതെ. അത് കൊള്ളാം. പ്രകാശ് രാജിനെ നമുക്ക് എന്താ പറയുന്നത്, ഈ പറയുന്ന പോലെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ പുള്ളിയുടെ കയ്യിൽ സേഫ് ആയിരിക്കും നമുക്ക് എപ്പോഴും അറിയാം.
പുള്ളിയുടെ ആ കണ്ണും ആ നോട്ടവും ഒക്കെ ഭയങ്കര, ഇപ്പൊ കണ്ണ് കാണുമ്പോ ഇപ്പം തന്നെ ചിലപ്പോ പേടി വരും. മുത്തുപാണ്ടിയായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പാണ്ഡിതരക്കകത്ത് ആ ചെയ്തേക്കുന്നത്. പക്ഷെ രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആണ്. അതെ അതെ രണ്ടും അതെ ഏതാണ്ട് ഒരുപോലെയാണ്, പക്ഷെ എന്നാലും അതെ. ഡിഫറൻസ് ഉണ്ട്. അതിന്റെ അകത്ത് ഒരു ലവർ ബോയ് ആയി മാറുന്നുണ്ട് പുള്ളി അവസാനാകുമ്പത്തേക്ക്. റൊമാൻറ്റിക് വരുന്നത്. റൊമാൻറ്റിക് പറഞ്ഞതാ, റൊമാൻറ്റിക്. അതും അതാ ഈ പ്രകാശ് രാജിന്റെ ഒക്കെ ഒരു നല്ല കാര്യം, അതൊരു കുഴപ്പം അതെ, പുള്ളിക്കൊക്കെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു സിനിമയ്ക്കകത്ത് വേറൊരാളെ നമുക്ക് വെക്കാൻ അങ്ങോട്ട് പറ്റത്തുമില്ല. ഇപ്പൊ പറ്റത്തില്ല. ഹിന്ദിയില് ഇത് ത്യാവാരെന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ കപൂർ റീമേക്ക് ചെയ്തായിരുന്നു. അതിന്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മനോജ് ബാജ്പേയി ആണ് അഭിനയിച്ചത്. അഗൈൻ ഹീസ് എ മനോജ് ബാജ്പേയി ലവ്ലി ആക്ടർ, കിടിലൻ ആക്ടറാണ്. കിടിലൊരു ആക്ടറാണ്. പക്ഷെ സ്റ്റിൽ ഗാങ്സ് ഓഫ് വസൈപൂർ ഒക്കെ ഒന്ന് കണ്ടാലേ മനസ്സിലാവും നമുക്ക് പുള്ളിയുടെ അതെ, റിയൽ ഗാങ്സ് ഓഫ് ജന്മം. വസൈപൂറിന്റെ അകത്ത് പുള്ളി ഇതേ പറഞ്ഞ പോലെ പുള്ളിയെ അഴിച്ചിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പുള്ളി മറ്റേ ഇവരാരെയോ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ജീപ്പിന്റെ താക്കോല് കാണത്തില്ല, അങ്ങനെ ഭ്രാന്ത് കാണിക്കുന്നുണ്ട്. സോ അഗൈൻ മനോജ് ബാജ്പേയി നെക്സ്റ്റ് ലെവൽ ആക്ടർ, അത് ഒന്നും പറയില്ല. പക്ഷെ എന്നാ പോലും ഈവൻ മനോജ് ബാജ്പേയി കുഡിൻ റിയലി, ഗില്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ സർഫസ് പോലും, അത് തമിഴിന്റെയും തെലുങ്കിന്റെയും സർഫസ് പോലും തേവർ സ്ക്രാച്ച് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. സോ തേവറിന്റെ അകത്ത് പുള്ളിയാ ഹീറോ എന്ന് നമുക്ക് തോന്നും. അതാണ് ഈ പടത്തിന്റെ അവസ്ഥ. അതാ അർജുൻ കപൂറിനെ അടിച്ചു കൊന്ന് മനോജ് ബാജ്പേയിയോട് പെണ്ണിനെ വിടാൻ പറയും. അതെ. പക്ഷെ എന്തോ ഇപ്പൊ ഈ പടത്തിലാണെങ്കിൽ പോലും ഭയങ്കര നമ്മള് ആ ഒരു ചിലരോ ഈ അഗൈൻ ഇപ്പൊ ഗില്ലി എടുത്ത് നോക്കിയാല്, ഗില്ലിക്കകത്ത് പറയുന്ന ഒരു ഇപ്പം ഗില്ലി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഹൗ ടു റൈറ്റ് റിയലി ഗുഡ് വില്ലൻ ക്യാരക്ടർ, ലൈക്ക് മെമ്മറബിൾ വില്ലൻ ക്യാരക്ടർ എന്നുള്ളത്. ഇപ്പം കാര്യം നമ്മൾ അന്യന്റെ അകത്ത് പ്രകാശ് രാജ് കൊള്ളാന്ന് പറഞ്ഞാലും അതിന്റെ അകത്ത് പുള്ളി ഒരു വില്ലൻ ആണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അല്ല, പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഓഫീസറാണ്. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടെ ബ്രദറിന്റെ ഡെത്ത് അവെഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് അങ്ങനെയല്ല. മുത്തുപ്പാണ്ടി എന്ന് പറയുന്നത് ഭയങ്കര അൺഅപ്പോളജറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൊടൂര വില്ലൻ. കൊടൂര വില്ലൻ, അത് ഇത് കൊടൂര എന്താ പറയുക, ഭയങ്കര ഒബ്സസ്ഡ് ആണ്. കൊറേ പേര് ജസ്റ്റിസ് ഫോർ മുത്തുപ്പാണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ തമാശക്ക് പറയാന്നല്ലാണ്ട് അല്ല, എനിക്കൊരു ബുദ്ധിമുട്ടാണ് പുള്ളി. കാരണം പുള്ളിക്ക് ഇതിന്റെ അകത്ത് വേറെ സ്ത്രീബന്ധം ഉള്ളതായിട്ട് കാണിക്കുന്ന പോലെ ഒന്നും എനിക്ക് ഉണ്ട്. ഞാൻ ഓർക്കുന്നില്ല. അല്ല, ഉണ്ടോ? കാണിക്കുന്നില്ല, പറയുന്നുണ്ട്. കാര്യം ധനലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് പല പെണ്ണുങ്ങളായിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ കൂടെ പഠിച്ച ഒരു പെണ്ണിനെ എടുത്തോണ്ട് പോയി തൂക്കിക്കൊണ്ടുപോയി എന്നൊക്കെ പുള്ളി ഡയലോഗ് അടിക്കുന്നുണ്ട്. യെസ് 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 യെസ്. അപ്പം പുള്ളി ഓൾറെഡി അങ്ങനെ ഇച്ചിരി റോങ് ആണ്. പക്ഷെ ധനലക്ഷ്മിയോട് വീട്ട് തൊടില്ല അങ്ങനെ എന്നുള്ളൊരു അതാ പുള്ളി ഏത് എക്സ്റ്റെന്റ് വരെ പോകും എന്നുള്ള, സ്വന്തം അപ്പനെ പോലും പുള്ളിക്ക് വിലയില്ലാന്ന് കാണിച്ചു തരുന്ന പല സീക്വൻസുകളും ഉണ്ട്. വായ മറ്റുള്ളതുകൊണ്ട് ഭയങ്കര മാസാ പുള്ളി. ആ ടാറ്റാ സിയറയ്ക്കകത്ത് ഇരിക്കുമ്പോ പുള്ളി ഫ്രണ്ട് ഗ്ലാസ് പൊളിച്ച് വെളി വന്ന് ഒരു ബൈക്കാരെ സ്വന്തം വണ്ടിയാന്നൊക്കെ പറയത്തില്ല. ഇവൻ വീട്ടിലെ സൊല്ലിട്ടെന്ന് പറഞ്ഞു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഓർത്തത് പുള്ളിയുടെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ആ ഫ്രണ്ട് ഗ്ലാസ് പൊളിച്ച് പുറത്തിറങ്ങിയപ്പോ പുള്ളിയുടെ പുറത്ത് ഇങ്ങനെ ഇതായിരുന്നു. അപ്പൊ ഒരു സൈഡില് ആ ഒരു ഇതുണ്ട്, ഒരു സ്ക്രാച്ച് ഉണ്ട്, ഇങ്ങനെ കാണാം, നമുക്ക് ഷർട്ട് കീറിയിരിക്കും നമുക്ക് കാണാം. ആണല്ലേ? അത് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു ഇതുണ്ട്, ഗ്ലാസ് പൊളിച്ചപ്പോ പുറത്ത് കൊണ്ട്. പക്ഷെ ഈ വിമൺ ഒബ്സഷൻ ഉള്ള ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു പ്രകാശ് രാജ് അഭിനയിച്ച ഒരു സിനിമ അത് കുറച്ചുകൂടെ ഒരു അതത്ര കൊമേഴ്ഷ്യൽ സിനിമയല്ല അത്. ഐ മീൻ ഒരു ഇത്ര ഒരു മാസ് കൊമേഴ്ഷ്യൽ. മുത്തുപാണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്കൊരു ക്രീപ്പി ഫീൽ വരില്ല. പക്ഷെ അതില് നമുക്ക് ശരിക്കും ആസയ്ക്കകത്ത് ഭയങ്കര ക്രീപ്പി ആയിട്ട് തോന്നുമായിരുന്നു എനിക്ക് ആ പടം. ഞാൻ ചെറുതായിരിക്കുമ്പോ എന്തോ കണ്ടതാ, എനിക്കത് കാണുമ്പോ ഇയാൾ എന്തോ വൃത്തികെട്ടവനാന്ന് എനിക്ക് തോന്നുമായിരുന്നു. പക്ഷെ മുത്തുപ്പാണ്ടിയെ നമുക്ക് കാണുമ്പോഴത്തേക്ക് കൊടൂര വില്ലൻ വിഷയം, പുള്ളി കൊള്ളാം. ഇവിടെ എന്തൊക്കെയോ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോ ഇപ്പം പുള്ളിയെ മറ്റേ ഇങ്ങനെ വളഞ്ഞിട്ട് ഇവര് ജിപ്സിയിൽ സാധനം ഇട്ടുകൊണ്ട് പോകുന്ന സീക്വൻസ് ഒക്കെ ആണെങ്കിലും അത് വൺ ഓഫ് എ കൈൻഡ് അത്. അങ്ങനത്തെ ഒരു സീനൊന്നും അതൊരു എന്താ പറയുക, മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. നൈസായിട്ട് അതിന്റെ കൂടെ ബ്ലെൻഡ് ആയി പോയതാണ്. നമ്മുടെ ഡിസ്കഷൻ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അവനോട് പറയായിരുന്നു ഇങ്ങനെ ഈ
മുത്തുപാണ്ടിനെ അടിക്കുന്ന ആ ഒരു സീക്വൻസ് ഉണ്ട് മറ്റേ മധുര മീനാക്ഷി അമ്മൻ കോവിലിന് മുമ്പിൽ. അതിൽ ആ ഒരു വിജയും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഇതായിട്ട് അമ്പലമായിട്ടുള്ള ആ ഒരു ഷോട്ടൊക്കെ മഞ്ഞായ ഷോട്ടായിരുന്നു. ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടേ ഞാനത് ഇങ്ങനെ ഒരു ഇതിന്റെ അത് കണ്ടായിരുന്നു. അതായത് അവര് ഏർലി മോർണിംഗ് പോയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നായിരുന്നു. അത് ഈ തിയേറ്ററിൽ കാണുമ്പോണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ അവര് ബ്ലർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ കാണാം ആൾക്കാരൊക്കെ ഇങ്ങനെ ഷൂട്ടിങ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന ഇത് കാണാം. കാരണം അതൊക്കെ ഇപ്പൊ അങ്ങനെ ഒന്നും എടുക്കാനായിട്ട് അവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ആ വിജയ് അങ്ങനെ ഓടി വരുന്ന ഇതും. ഇത് ഈ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വിജയ് അജിത്ത് എന്ന് പറഞ്ഞ 2 ആക്ടേഴ്സ് അവരുടെ പടങ്ങളൊന്നും പിന്നെ റിയൽ ലൊക്കേഷനിലേക്കൊന്നും എടുത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന വളരെ കുറവാണ്. എടുത്തിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ തുണിവിന്റെ ക്ലൈമാക്സ് സീക്വൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ലോറിയിൽ ഇരുന്ന് അങ്ങനെ പോകുന്ന സെറ്റപ്പും അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ലൈക്ക് വൈസ് ഇപ്പൊ വിജയുടെ ആണെങ്കിൽ മൗണ്ട് റോഡ് സീക്വൻസ് എന്ന് പറഞ്ഞ തെറിക്കകത്ത് കാണിച്ച സാധനം അത് സെറ്റിട്ട് ചെയ്തതാണ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല. നോട്ട് എനിമോർ ലൈക്ക് യു ക്യാൻ ഷൂട്ട് ഇറ്റ് വിത്ത് വിജയ്. ഇപ്പൊ നമ്മള് മാസ്റ്ററിന്റെ അകത്ത് കാണുന്ന കോളേജും അതും ഇതൊക്കെയാണല്ലോ ഡൽഹിയിൽ എന്തോ പോയി ഷൂട്ട് ചെയ്തത്. യെസ്. അപ്പൊ അതും നമ്മുടെ ഇവിടുത്തെ പഴയ പോലെ. അപ്പം സി വാട്ട് ഇറ്റ് ഇസ് ഷോയിങ് ഇസ് ദാറ്റ് ദേ ഹാവ് ഗ്രോൺ ഇൻ ടു മച്ച് ബിഗർ സ്റ്റാർസ്. ഇപ്പം ലിംഗസ്വാമിയുടെ കഴിഞ്ഞ ദിവസം ഒരു ചായ് വത് ചിത്രയാണെന്ന് തോന്നുന്നു. ആ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇന്റർവ്യൂ ആണ്. ചായ് വത് ചിത്ര എന്ന് പറഞ്ഞ മറ്റേ അതെ. അപ്പൊ ആ പുള്ളിയോടുള്ള ഇന്റർവ്യൂസിനകത്ത് കുറെ ഡയറക്ടേഴ്സ് പല കാര്യങ്ങളും സ്പില്ല് ചെയ്യാറുള്ളതുകൊണ്ട് ഞാനത് കാണാറുണ്ട്. അപ്പോ അതിനകത്ത് ലിംഗസ്വാമി ഇങ്ങനെ പറയുന്നുണ്ട്, ജി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നെ വെച്ച് ഒറിജിനൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സെയിം കാര്യം തന്നെ ഗൗതം മേനോന്റെ അടുത്ത് പറയുന്നുണ്ട്. സുരാങ്കണി എന്ന് പറഞ്ഞ സിനിമ ഇവര് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് തൂത്തുക്കുടി ഷൂട്ട് ചെയ്യാനിരുന്ന അപ്പൊ അജിത്ത് പറയുന്നുണ്ട് അവിടെ ഒന്നും വെച്ച് എന്നെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഡേഞ്ചറസ്, അവിടെ ഭയങ്കര കൂട്ടം ആയിരിക്കും എന്നൊക്കെ എന്തോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അന്ന് എനിക്ക് കേൾക്കുമ്പോൾ ഇയാൾ എന്ത് തേങ്ങ പറയുന്നതായിരിക്കും. പക്ഷെ വെൻ യു തിങ്ക് ലൈക്ക് ഒരു ബിഗർ പെർസ്പെക്റ്റീവ് ആയിരിക്കുമ്പോൾ വിജയ് അജിത്തിനെ വെച്ച് പോട്ടെ, രജനീകാന്ത് കമൽഹാസനെ ഒന്നും വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദേ ഹാവ് ഗ്രോൺ ഇൻ ടു ബിഗർ സ്റ്റാർസ്. ബട്ട് എനിവേ ഇതിപ്പം എന്താ പറയുന്നത്, നമുക്കിപ്പോ വിജയുടെ ഫേവറേറ്റ് കൊമേഴ്ഷ്യൽ പടങ്ങളിൽ ഒന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ധൈര്യമായിട്ട് അല്ലെ വിജയുടെ തന്നെ കൊമേഴ്ഷ്യൽ പടം എന്ന് പറയണ്ട, വിജയുടെ പടങ്ങളിലകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഗില്ലി വൺ ഓഫ് ദം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ധൈര്യമായിട്ട്. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കത് ഇപ്പോഴും തമ്പിയിൽ ഊർന്നു വരുന്ന സീനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് മറ്റേ ആ കാറ് വെള്ളത്തിലോട്ട് മറിയുമ്പോഴത്തേക്ക് ഇവര് ഒരു കാറിങ്ങനെ വെള്ളത്തിലോട്ട് പോകുന്ന ഒരു VFX സാധനമുണ്ട്, അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്ലൈമാക്സിലെ പ്രകാശ് രാജുമായിട്ടുള്ള ഫൈറ്റ് ചെറിയ രീതിയിൽ ചില സാധനങ്ങളൊക്കെ ഇച്ചിരി എനിക്ക് തോന്നുന്നു അതിന്റെ അകത്തുനിന്ന് നൈസായിട്ട് തുപ്പാക്കിക്കകത്ത് എടുത്തൊരു സീനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചാടുന്നൊക്കെ. അപ്പൊ ഞാനതാ തുപ്പാക്കി ആദ്യമേ കണ്ടപ്പോഴത്തേക്ക് എങ്കയോ പാത്രിക്കേന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാനിതും കണ്ടോണ്ടിരുന്നപ്പോ ഓർത്തു. എടാ ഇത് കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ ലിയോയിലെ മറ്റേ ചേസിന്റെ കാര്യം ഓർത്തു. മറ്റേ ചേസ് കണ്ടോണ്ടിരുന്നപ്പോ ഇതിന്റെ അകത്തെ ചേസ് ഒക്കെ ഗില്ലിയിലെ ചേസ് കണ്ടപ്പോഴേ ലിയോയിലെ മറ്റേ ചേസ് ഞാൻ ഓർത്തു. ഇതിലെ ചേസ് ഒക്കെ അവരാ മറ്റേ ഓക്കെ ഈ തമിഴ് പടങ്ങളിലെ സ്ഥിരം പരിപാടിയാണ് മറ്റേ ഇങ്ങനെ ഈ 6 ടാറ്റാ സുമോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഒരു കിടിലൻ ചേസ് ആയിരുന്നു. അത് അവസാനമാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ പോയത്. അവിടെ പണ്ടുണ്ടല്ലോ ഈ മറ്റേ കാർ ചേസ് സീക്വൻസിന്റെ കാര്യം പറഞ്ഞോണ്ടാ, പണ്ട് മറ്റേ സിംബുവിന്റെ സരവണ എന്ന് പറഞ്ഞ പടമുണ്ട്, അതിന്റെ അകത്തൊരു 6-7 ടാറ്റാ സുമോ ചാടിയൊക്കെ വരുന്നുണ്ട്. ആ സീനൊക്കെ കാണുമ്പോ പോലെ ഓ മോനെ കിടില റിയൽ ആയിട്ട് ചാടുന്നതെന്നിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇപ്പൊ ഐ ഡോണ്ട് നോ, ഇപ്പം പീപ്പിൾ ജസ്റ്റ് അൺനെസസറിലി യൂസ് ഗ്രീൻ മാറ്റ് ആൻഡ് ഇങ്ങനത്തെ CGI ചെയ്ത്. ഇപ്പം വിജയുടെ ലിയോയ്ക്കകത്ത സീക്വൻസ് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അത് വിജയ് ഫാൻസ് പോലും അല്ലാത്തവരാ. അവർ പറയുന്ന ആ സീക്വൻസ് ആ ചേസ് സീക്വൻസ് വാസ് ഓക്കെ. പക്ഷെ എനിക്കെന്തോ I can never forgive those sequences because again Lokesh is the director who gave us a kidilam chase sequence in കൈദി. അപ്പം കൈദി ഒരു ഭയങ്കര
അടിപൊളി ഒരു സീക്വൻസ് ആയിരുന്നു അത്. ബട്ട് എനിവേ കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, ഇതിന്റെ അകത്ത് ഇവര് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിയൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ബുദ്ധിമുട്ട്, ഈ പറയുന്ന പോലെ കാറ് ആ വെള്ളത്തിലോട്ട് ചില വീഴുന്ന ഐറ്റംസ് സ്ഥിതി. ഉണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ ഇത് കണ്ടോണ്ടിരുന്നപ്പോ മറ്റേ അർജുനർ വില്ലിന്റെ അകത്ത് പുള്ളിയുടെ മേത്ത് ഓട് വെച്ച് ഇടിക്കുന്ന ഇതുണ്ടല്ലോ. അതിൽ ഇടിക്കുന്ന ഒരെണ്ണൻ മറ്റേ മുത്തുപ്പാണ്ടിയുടെ ടീമിലുള്ള ആളാണ്. മറ്റേ കരാട്ടേര മറ്റേ രാജ് എന്ന് പറഞ്ഞ കരാട്ടെ. മറ്റേ ആ പുള്ളി അങ്ങേര് പുള്ളി വിജയുടെ ആളെ കുറെ പടത്തിലുണ്ടല്ലേ. ഉണ്ട്. ഒരു 6 പടം ഏതാണ്ട് അവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഗില്ലിക്ക് ശേഷം. എനിക്കൊന്ന് സുറ വരെ ഏതാണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതെന്തിനു പുള്ളീനെ ഈ ഷോട്ടിൽ വെച്ചേന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് കാണുന്നില്ല, തിരിഞ്ഞാ നിക്കുന്നത്. പക്ഷെ അത് എനിക്ക് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് പറയാം, മറ്റേ മുത്തുപ്പാണ്ടിയുടെ മറ്റേ അമ്മയെ വിളിക്കുമല്ലോ, മുത്തുപ്പാണ്ടിയുടെ അച്ഛൻ. ആ സൗണ്ട് വിജയുടെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അത് കേട്ടപ്പോ. പോടാ അല്ല എനിക്ക് അയാൾ തന്നെയാ. ആണോ? അല്ല, എനിക്ക് എവിടെയോ വിജയുടെ ഒരു സൗണ്ടാണ്. ഇവര് എവിടെയെങ്കിലും പൈസ ലാഭിക്കാൻ തുടങ്ങിയ പോലെ എനിക്ക് എന്തോ. എനിക്ക് ഈ അറിഞ്ഞൂടാ, എനിക്ക് പറഞ്ഞ സാധനം തോന്നിയതാണ്. അതുപോലത്തെ ഒരു സാധനമാണ്. മറ്റേ അത് കാണുമ്പോ നമ്മൾ ഓർക്കുക ഇവൻ മറ്റേ നമ്മളങ്ങനെ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാമല്ലോ, മുത്തുപ്പാട്ടിന്റെ ടീം ഇരുന്നിട്ട് നീ ഇവിടെ പുള്ളീനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോയായിരിക്കും. അത് പിന്നെ അങ്ങേര് ഈ മറ്റേ വേറൊന്നുണ്ട്. മധുരൈ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പടത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. വിരുമാണ്ടിക്കകത്തൊക്കെ അല്ലേ പുള്ളി? വിരുമാണ്ടിക്കകത്തുണ്ട്. വിരുമാണ്ടിക്കകത്തുണ്ട്. മധുരൈ സിനിമയ്ക്കകത്ത് തന്നെയുണ്ട് വിജയുടെ തന്നെ. പിന്നെ വേറൊരെണ്ണമുണ്ട്. ഇവര് ഈ മറ്റേ ലൈറ്റ് ഹൗസിൽ ഇരിക്കുമ്പോ പേരെഴുതുന്ന അത് 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 തിയേറ്ററിൽ കണ്ടപ്പോഴേ പുള്ളിക്കാരി മറ്റേ ഇതെടുത്ത് എന്താ സ്ലൈഡ് എടുത്തിട്ടാണ് എഴുതാൻ പോകുന്നത്. പക്ഷെ എഴുതുന്ന ഷോട്ട് കാണിക്കുന്ന ആണി. സ്ലൈഡ് വെച്ച് ചിലപ്പോ കുത്തിയാല് വരത്തില്ലായിരിക്കും. അല്ല, അന്ന് പിന്നെ താഴെ നിന്ന് ഒരു ആണി എടുത്തിട്ട് ചെയ്താൽ പോരായിരുന്നു, അതിങ്ങനെ കാണിക്കണ്ടല്ലോ. അന്നാടാ ഈ ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യുന്നോണ്ട് നമുക്ക് അറിയത്തില്ല ഇതെന്താണ് ഇവര് ചെയ്യുന്നതെന്നുള്ളത്. അല്ല, അതൊരു കുറ്റമായിട്ട് പറഞ്ഞല്ല, ഒരു ജസ്റ്റ് ഒരു ഫണ്ണി ഇതായിരുന്നു. നമ്മള് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പോ ഇതൊക്കെ നമുക്ക് കാണുമല്ലോ. ഈ ഗില്ലിയുടെ കൂടെ റിലീസായ സിനിമകൾ ഏതാണെന്ന് വല്ലതും അറിയാവോ? ഗില്ലിയുടെ കൂടെ ആ സമയത്ത് അജിത്തിന്റെ ഏതാണ്ട് ഒരു പടം ഇല്ലായിരുന്നു. എന്നാ തിരുപ്പതിയോ അങ്ങനെ ഏതാണ്ടൊരു. അതാണെന്ന് തോന്നുന്നു. എന്തോ ഒരു വധം പടം ആ പുള്ളിയുടെ റിലീസായത്. തിരുപ്പതിയാണോ നോക്കട്ടെ, എന്തോ ഉണ്ടായിരുന്നു. തിരുപ്പതി 2006 അത് കഴിഞ്ഞിട്ട്. അത് എനിക്ക് അന്നേരം വേറെ ഏതോ വിജയ് പടമായിട്ടാണ് ഫ്ലാഷ് വന്നത്. പക്ഷെ വേറെ ഏതോ പടമായിട്ടാണ്. അന്ന് ഏത് പടമാണോ വന്നായിരുന്നു? അതോ സാമിയാണോ എന്തേലും? സാമി കാക്ക അങ്ങനത്തെ എന്തെങ്കിലും പടമാണോ? കാക്ക എനിക്കൊന്ന് കുറച്ചുകൂടെ. അല്ല, സാമി പക്ഷേ ഉണ്ടല്ലോ, സാമി ആ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം സാമിയാണ് സാമി ഹിറ്റായിരുന്നു. ഓഫ് കോഴ്സ് സാമി അത് ഭയങ്കര കൾട്ട് പടമായിരുന്നു. സാമി അതിന് മുന്നത്തെ വർഷം ഇറങ്ങിയ 2003. അതാ കാരണം സാമി ഞാനൊരു ഇന്റർവ്യൂ കണ്ട് ഓർക്കുന്നുണ്ട്. സാമി ഈ അതായത് കാക്കയുടെ കഥ വിക്രമിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളി ആ സമയത്ത് സാമി ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 പോലീസ് പടം വേണ്ടല്ലോ എന്ന് വെച്ച് മാറ്റിവെച്ചാണ്. 2004 ഏതാണോ ഏതോ ആ സമയത്ത് എന്താണ് സുള്ളാനൊക്കെ ആ വർഷം ഇറങ്ങിയെന്ന് എനിക്കറിയാം. അയ്യോ മോനെ, വേറെ ലെവൽ. ആ സമയത്ത് വേറെ ഈ കോമ്പറ്റീഷൻ ആയിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ഐ മീൻ ആ വർഷം പടം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗില്ലി ഇറങ്ങിയ സമയത്ത് ഇപ്പൊ വിരുമാണ്ടിയൊക്കെ 2004 വന്നെ. വിരുമാണ്ടി. പക്ഷെ ഇത് പടയപ്പേക്കാളും വലിയ ഹിറ്റ് ആയിരുന്നു ഈ പടം. ഇറങ്ങിയ വർഷം ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ആണ്. 50 കോടി. 50 കോടി. ആണോ? ആദ്യത്തെ 50 കോടിയാണോ ഈ പടം? 50 കോടി എന്ന് പറയുന്നത്. ഓ അത് ശരി. ഓക്കെ. ഞാന് അന്ന് നമ്മൾ ഈ കളക്ഷൻസിനെ പറ്റി അധികം സംസാരിക്കാത്തോണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. നമുക്കറിയാവുന്നത് ആകെ നമ്മൾ പോസ്റ്റർ കണ്ടിട്ട് 50,000 മറ്റേ അങ്ങനെയൊക്കെ
50-ാം ദിവസം ഉം. എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളൂ ചിലപ്പോഴൊക്കെ നമുക്ക്. ചിലതിന് ഇങ്ങനെ ഭയങ്കര ഹിറ്റായി കഴിയുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ ശിവാജിയുടെ 3D വേർഷന് ഇതുപോലെ നല്ല കണക്ഷൻ ഉണ്ടെന്നുള്ള ഒരു പോസ്റ്റർ കണ്ട ഞാൻ ഓർക്കുന്നുണ്ട്. അത് ആ എനിക്ക് തോന്നുന്ന ഏറ്റവും തമിഴിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് 3D ഫിലിം എന്തോ ആണ് ശിവാജി. ശിവാജി ആയിരുന്നല്ലോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 100 crore ഫിലിമോ അങ്ങനെ എന്തോ അല്ലായിരുന്നു. ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഞാൻ അല്ല കേട്ടിട്ടുണ്ട്. തുപ്പാക്കിയ തുപ്പാക്കിയാണോ അല്ല ആദ്യത്തെ അത് 100 crore ഫിലിം? വിജയുടെയാണ്. അത് വിജയുടെ വിജയുടെയാണ്. ആദ്യത്തെ ഇന്ന് ഉം. തമിഴിലെ തന്നെ ആദ്യത്തെ 100 crore ശിവാജി എനിക്ക് തോന്നുന്നു ശിവാജിയാണോ. ഉം. ശിവാജി അതാ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, കാരണം ഗജനിയെ പറ്റിയിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗജനിയാണ് ബാരിയർ ബ്രേക്ക് ചെയ്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ പടം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗജനിയും അത് ശിവാജിയും ഹിന്ദീനെ കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചത്. അതെ അതെ അതെ, ഹിന്ദി ഹിന്ദിയില് ഗജനിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. തമിഴല്ല, തമിഴില് ഹിറ്റൊക്കെ ആയിരുന്നു, പക്ഷെ ആ ലെവൽ ഹിറ്റ് അല്ലായിരുന്നു. അപ്പോ എനിവേ അല്ല തമിഴ് പടമായിരിക്കും എന്തായാലും അതെ, ശിവാജി 100 കോടി ഫസ്റ്റ്. കാരണം എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇത് കാരണം പണ്ട് കൂടുതൽ ഈ ഗില്ലി ഇപ്പം വിജയ് ഒരു പടം ഇറക്കുമ്പോ സൈഡിൽ ഓപ്പോസിറ്റ് അജിത്ത് ഒരു പടം ഇറക്കുമായിരുന്നു. അപ്പൊ ക്ലാഷ് റിലീസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പക്ഷെ ചോദിച്ചത്. ഗില്ലി ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. തിരുപ്പതിയുടെ കൂടെ ഏതോ പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് അത്. പക്ഷേ തിരുപ്പതി എനിക്ക് തോന്നുന്നു തിരുമലയാണെന്ന് തോന്നുന്നു. തിരുമലയാണോ? തിരുമല ഇതിന് മുന്നാണ് അവൻ അല്ലേ? ഇതിന് മുന്നേ ആണോ വന്നത്? തിരുമല ഇതിന് മുന്നേ 2003 വന്ന്. തിരുമല തിരുമലയും ഈ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ തിരുപ്പാച്ചിയാണോന്ന് പടമാണെങ്കിലും എനിക്ക് തോന്നുന്നു. തിരുപ്പാച്ചി വല്ലതായിരിക്കും. തിരുമല ഈ പറയുന്ന പോലെ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം ആണെങ്കിലും ഈ ലെവല് വന്നിട്ടില്ല, ഈ ലെവല് കൾട്ടായി മാറിയിട്ടില്ല. അതും നമുക്ക് ഇഷ്ടമുള്ള പടങ്ങളിൽ ഒന്നാണ്. അതിന്റെ ഡയറക്ടർ ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തിരുമല മറ്റേ ഇങ്ങേരെ നമ്മുടെ പേരർസ് അല്ല രമണ പക്ഷെ അതെനിക്ക് അറിയത്തില്ല. പേരർസ് തിരുപ്പാച്ചിയാ ചെയ്തത്. പുള്ളിയാണ് തിരുപ്പതി എടുത്തത്. പുള്ളിയാണോ തിരുപ്പതി എടുത്തത്? ഓന്നോ, അയ്യോ, അത് തിരുപ്പതി ഇച്ചിരി ടർണായി പോയായിരുന്നു. അതുപോലെ തന്നെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ പരമശിവോ, അങ്ങനെ. അല്ല അത് പുള്ളിയല്ല, അത് പി വാസി യൂണിവേഴ്സ് ആണല്ലോ, പി സി യു അല്ലേ? പരമശിവ അല്ല, പരമശിവ വേറെ ആരുണ്ട് എടുത്തത്. പരമശിവ എന്റെ ഓർമ്മയില് അതേടാ പീവാസു. ശരിയാ. ഓൾറെഡി ഒരു പീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം. നാഗവല്ലി അത്ര മണിച്ചിത്രത്താഴിന്റെ പീസ്. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അജിത്ത് മറ്റേതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു, ഞാൻ കടവുളിന് വേണ്ടി. അതാ മുടിയൊക്കെ പടം എനിക്ക് ഇഷ്ടമാണ്. പരമശിവക്ക് ഇഷ്ടമാണോ? പടമല്ലേ അത്. അങ്ങനത്തെ കുറച്ച് പടങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്. ഈ റെഡിനൊക്കെ ഉണ്ട് ഫോളോവേഴ്സ്. റെഡ് എനിക്ക് ഇഷ്ടമാണ്. റെഡ് കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല പടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. റെഡ് മറ്റേ പുള്ളിയാ, മറ്റേ നമ്മുടെ വേദനായകന് ഭയം പുള്ളിയുണ്ട് അതിന്റെ വില്ലനായിട്ട്. ഏത് പുള്ളിയല്ലേ മറ്റേ ഉണ്ടാപ്പെരുത്ത പെരുമാൾ, മറ്റേ ഉടയന്റെ അകത്തൊക്കെ വരുന്നത്, മൃദംഗം വായിക്കുന്ന കൊടുവരെ. താഴ്വാരത്തിന്റെ അത് അന്യായം ഇറങ്ങി. താഴ്വാരം നമ്മുടെ പാവപ്പെട്ടവരുടെ റവനന്റ്. അതെ. അപ്പം ഗില്ലി ഇനിയും നമുക്ക് ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും അത് റീ റിലീസ് ആയിട്ട് ഹിറ്റ് ആയെങ്കില് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യം എനിക്ക് അതിൻ്റെ അകത്ത് ഘടകങ്ങൾ ഉള്ളതായിട്ട് തോന്നി. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് തിയേറ്ററിൽ പോകാൻ പറ്റാഞ്ഞ ആൾക്കാരുണ്ട്. അവരും ഇപ്പോഴാ പോകാൻ പ്രിവിലേജ് കിട്ടി പോയി ഇപ്പൊ കാണുന്ന പോകുന്നവരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ചേട്ടന്റെ ജനറേഷനിലൊക്കെ, എന്റെ ചേട്ടനൊക്കെ പറയുന്നത് പുള്ളിയുടെ കൂടെ ഒരു ഹാർഡ് കോർ മറ്റേ വിജയ് ഫാൻ ഉണ്ടായിരുന്നു. മറ്റേ ഷർട്ടിന്റെ അകത്തൊന്ന് സ്കേർട്ടൊക്കെ എടുത്ത് കാണിക്കുന്ന മറ്റേ തിരുമലൈ സ്റ്റൈല്, തിരുമലൈ ശിവകാശി ആ ഒരു സ്റ്റൈലായിരുന്നു പുള്ളി. അപ്പൊ അങ്ങനത്തെ അതെ. അപ്പൊ അവരെ പോലുള്ളവരും ഉണ്ട്. അവർക്കും ഇത് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തമിഴ് ഓഡിയൻസിനെ സംബന്ധിച്ച് ഈ പടം ഭയങ്കര ഫാമിലി ഓഡിയൻസിനും കിട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ
ആ കാര്യം കാരണം ഉണ്ടല്ലോ, അതെ കോമഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ത്രൂ ഔട്ട് അതെ. ഇങ്ങനെ ഉണ്ടല്ലോ. വിജയുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സീനുകളെല്ലാം നല്ല രസമാണ്. അയ്യോ നമ്മൾ അത് പറഞ്ഞപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് സംസാരിക്കാൻ ദാമു, വിട്ടുപോയാണ് ആശിഷ് വിദ്യാർത്ഥി. അയ്യോ, ആശിഷ് വിദ്യാർത്ഥി. അത് ഒരിക്കലും നോട്ട് ഈവൻ ഇൻ യുവർ ഡ്രീംസ് യു ആർ എക്സ്പെക്ടിങ് ആശിഷ് വിദ്യാർത്ഥി ബി വിജയ്സ് ഫാദർ. കാരണം പുള്ളി വില്ലനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി കണ്ടിട്ടുണ്ട്. വന്നിട്ട് അപ്പൊ പുള്ളി ഈ പറയുന്ന പോലെ എന്ത് റോള് കൊടുത്താലും ഇപ്പോഴും സേഫ് ആയിട്ട് ചെയ്യുന്ന ഒരു ആളെന്ന് പറയാം. ഞാനൊരു പോയിന്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ശരിക്കും പുള്ളി തമിഴിനാണ്. പിന്നെയാണ് ഞാൻ പക്ഷെ മറ്റേ അല്ല, പിന്നെ ഞാൻ ഈ കഹോന പ്യാരി ഹേ എന്നൊക്കെ പറഞ്ഞ സിനിമയ്ക്കകത്ത് മറ്റേ ഹൃത്തിക് റോഷനെ ഓടിച്ചിട്ട് അടിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഇവ ഹിന്ദിക്കാരനാ, അതുകൊണ്ടാണ് അവൻ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്. പക്ഷെ കൂടുതൽ എനിക്കൊന്ന് പുള്ളി അതുൽ കുൽക്കർണി ഇവരൊക്കെ തമിഴിലാണ് അതെല്ലാം വിളയാടിയിട്ടുള്ളത്. സൗത്ത് ഇന്ത്യൻ സൈഡിലാണ്. ആന്ധ്ര, ആ, തെലുങ്ക്, തമിഴ്, മലയാളം അങ്ങനെയൊക്കെ ഇറങ്ങുന്നു. അതെ. അപ്പോ അങ്ങനെ കുറെ അത് മനോജ് ബാജ്പേയി ഒക്കെ ആണെങ്കിൽ പോലും സൗത്ത് ഇന്ത്യ ഒന്ന് തകർത്തിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഹാപ്പി എന്ന് പറഞ്ഞ പടത്തില് അല്ലു അർജുന്റെ ഒരു പോലീസുകാരൻ മണ്ടനായിട്ടുള്ള ഒരു പോലീസുകാരൻ. പോലീസുകാരൻ. പുള്ളിനെ ഞാൻ 5-ാമില് കണ്ടായിരുന്നു. അയ്യോ അമ്മോ, അത് അൺനെസസറി ആയിരുന്നു അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ. എന്റെ പൊന്നെ. അല്ല, അഞ്ചാന്റെ അകത്ത് ആക്ച്വലി കുറെ പ്ലാസ്റ്റിക്കുകളുണ്ട് ഇവരുടെ കൂടെ ഉള്ള ഗുണ്ടകൾ. അവരൊക്കെ ഭയങ്കര വധമായിരുന്നു. ഇവരെ ചതിക്കുന്ന ആൾക്കാര്. അത് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നു. എനിക്കത് നല്ലതായിരുന്നു. ഏതാ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹീസ് ഗുഡ്. പുള്ളിക്ക് എന്ത് കൊടുത്താലും പുള്ളി അതിന്റെ അകത്ത് മറ്റേ ദിമിത്രി എന്ന് പറഞ്ഞ വന്നില്ല, അത് ബില്ല 2-ന്റെ അകത്തൊക്കെ. കിടിലായിരുന്നു പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീക്വൻസിന്റെ അകത്ത് ജോർജിയെ വെച്ച് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ അന്യായം. അപ്പോ അഗൈൻ കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, പിന്നെ ഇതിന്റെ അകത്ത് വിജയുടെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഒട്ടേറി നരി. അപ്പൊ പേരുകളൊക്കെ പറയുന്നുണ്ടല്ലോ. മറ്റേ ആരാ ഇവൻ ആശിഷ് വിദ്യാർത്ഥി ഇവന്റെ പേരുകളൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ. ഭയങ്കര പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. മറ്റേ ഈ ഫോൺ കടയിൽ നിൽക്കുന്ന ചേച്ചി മറ്റേ മലയാളിയാന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ അതൊക്കെ ഇച്ചിരി അത് ഞാനന്ന് കണ്ടപ്പോഴും ഓർത്തു. അതൊരു തമിഴ് പടത്തിലുള്ള ഒരു സ്ഥിരം സ്റ്റീരിയോടിപ്പാണ് ഇങ്ങനെ ഈ ചായക്കട ചേച്ചി. അത് മറ്റേ എന്തോ മറ്റേ ബ്ലൗസും മറ്റേ താഴെ ഈ സാധനം മാത്രം ഇട്ടിട്ടുള്ളു. അതൊക്കെ ഏത് കാലത്താണ്, ഏത് സ്ഥലത്താണ് അങ്ങനെ നിൽക്കുന്നത്. പണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ചാരായ ഷാപ്പിൽ പോകുമ്പോ ഇതുപോലെ മുണ്ടും മറ്റേ ബ്ലൗസും ഇട്ടുകൊണ്ട് വരുന്ന ചേച്ചിമാരെന്ന് പറയുന്ന പോലെ. ആ ഒരു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട്, ഈ പെണ്ണ് ഇങ്ങനെയാ നിക്കുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് പോട്ടെ, അത് ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് ഞാൻ പോകുന്നില്ല. അത് അന്നല്ല ഒരിക്കലും മലയാള സിനിമയെ അല്ല മലയാളം കൾച്ചറിനെ പ്രോപ്പറായിട്ട് കാണിച്ച വേറൊരു റീസെന്റ് ഇറങ്ങിയ മറ്റേ റിബൽ നമ്മുടെ ജി.വി. പ്രകാശിന്റെ അത് നീ കണ്ടോ? അതിനെ പറ്റിട്ട് കേട്ടു. അതിനെ കുറെ പേര് ആ പടത്തിനെ കുനിച്ചു നിർത്തി കൂമ്പിലിടിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. അതിന്റെ 2-3 ഇതൊക്കെ കണ്ടു. അത് കണ്ടപ്പോ തന്നെ മതിയായി. താല്പര്യമില്ല. അതെ, പുള്ളിയുടെ ജി.വി. പ്രകാശിന്റെ ഒരു ഇന്റർവ്യൂ നൈസായിട്ട് ഇപ്പൊ ഇച്ചിരി തീയായിട്ടുണ്ട്. പുള്ളി ഇത് പഠിച്ചിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്, ഇത്രയും പേരുടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളിയെടുത്ത് അതിന്റെ താഴെ ഒരുത്ത കമന്റ് ഇട്ടിരിക്കുക, ഇത്രയും പഠിച്ച നീ എന്തിനാ ഇപ്പൊ അഭിനയിക്കുന്നത്, മ്യൂസിക് ഡയറക്ഷൻ ചെയ്താ പോരെ. സത്യം പറഞ്ഞ അത് തോന്നും നമുക്ക്. എനിക്ക് അതിന്റെ ആകപ്പാടെ ഒരു മറ്റേ അതിന്റെ കുഴപ്പമില്ലായിരുന്നു. അത് പിന്നെ കണ്ടോണ്ടിരിക്കുന്നു. പക്ഷെ വേറെ ഒന്നും അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞ പുള്ളിയുടെ ഞാൻ ഒരു പടവേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സർവം താളമയം എന്ന് പറഞ്ഞൊരു സിനിമ മാത്രം. അത് അവന്റെ റോള് കുഴപ്പമില്ലാതെ ചെയ്തു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാല് നെടുമുടി വേണുവാണ്. ആ നെടുമുടി വേണുവിന്റെ ഒരു ഭയങ്കര എന്താ പറഞ്ഞ, ആ മനുഷ്യൻ ഇത്രയും കിടിലമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്ന പടം. Like we really miss him. So I don't know what Shankar will do in Indian too. അപ്പൊ ഇതിപ്പോ റീ റിലീസുകൾ ഇപ്പം നിനക്ക് ഇപ്പൊ ഇതിനെപ്പറ്റി ഇപ്പൊ നമ്മള് ഗില്ലിയെ പറ്റി സംസാരിച്ചോണ്ട് ഞാൻ ചോദിക്കാം, വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ റീ റിലീസസ് ആൻഡ് ഹൗ ലൈക്ക് വാട്ട് ഡു യു തിങ്ക് ഇതിന്റെ ഒരു റെലവൻസിനെ പറ്റിയിട്ട് നിനക്ക് എന്താ തോന്നുന്നത്?
കാര്യം ആൾക്കാര് വേണമെങ്കിൽ ചോദിക്കാം എന്തെന്ന്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ട പടമൊക്കെ പിന്നെയും കാശ് കൊടുത്ത് പോയി കാണാനായിട്ട് എന്താ നിനക്കൊക്കെ തലയ്ക്ക് ഓളം ഉണ്ടോ എന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം. പക്ഷെ അതൊരു എക്സ്പീരിയൻസ്. പലർക്കും റീ റിലീസ് പടം പോയി ഇപ്പൊ എനിക്ക് ഗില്ലി പോയി കാണുമ്പോഴത്തേക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. അങ്ങനത്തെ ഒരു പിന്നെ ചില പടങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില പടങ്ങളുണ്ട്. ഇപ്പൊ അൻപേസിൽ ഇറങ്ങിയപ്പോ എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു റീ റിലീസ് ചെയ്തപ്പോൾ. പക്ഷെ അത് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല. വേട്ടയാട് വിളയാട് റീ റിലീസ് ചെയ്തു. ഇതൊക്കെ ഒന്ന് തിയേറ്ററിൽ കാണാനായിട്ടുള്ള നമുക്ക് അങ്ങനെ പറ്റിയില്ല. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ അന്യൻ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ ദേവദൂതൻ, അതൊക്കെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കമൽ സാറിന്റെ കുറെ പടങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതുപോലെ റിലീസ് ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അത് സത്യ. എനിക്ക് സത്യ അങ്ങനത്തെ കുറെ പടങ്ങൾ ഇപ്പം എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഇറക്കുന്ന പടം അനുസരിച്ചിരിക്കും. ഇപ്പം മറ്റേ സുറയൊക്കെ റീ റിലീസ് ചെയ്താൽ നമ്മൾ പോയി കാണത്തില്ല. അപ്പൊ നല്ല ഇതായത് അന്നത്തെ കാലത്ത് ഇപ്പം പലർക്കും എന്താ പറയുന്നത്, അവർക്ക് പ്രൊഡ്യൂസേഴ്സിന് ഇറക്കിയ സമയത്ത് നഷ്ടം വന്ന, അല്ലെങ്കിൽ ആൾക്കാര് അന്ന് അംഗീകരിക്കാതെ പോയ പിന്നീട് കൾട്ട് സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്ത പടങ്ങളൊക്കെ റീ റിലീസ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് അവർക്ക് ഓബിയസ്ലി ഒരു ക്രിയേഷന് അന്നേരം കിട്ടണം, അപ്രിസിയേഷൻ കിട്ടിയാലേ അത് ശരിയാവത്തുള്ളൂ. പക്ഷെ എന്നാലും പിന്നീട് ഇറങ്ങിയാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമ്പം അത് നല്ലതാണ്. എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഇതാണ് റീ റിലീസുകളെ പറ്റിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിപ്പെൻഡിങ് ഓൺ ദ മൂവി അങ്ങനത്തെ പടം ഇറക്കണം. ഇപ്പം സ്പടികമൊക്കെ ആൾക്കാർ പോയി തിയേറ്ററിൽ പോയി കണ്ടു നമ്മളെ കേരളത്തിൽ ഇറങ്ങിയ സമയത്ത്. പക്ഷെ അതും പറഞ്ഞ പോലെ എനിക്ക് കാണാനായിട്ടുള്ള യോഗം ഉണ്ടായില്ല. അപ്പം ബാബ അങ്ങനെ റീ റിലീസ് കുറച്ച് ചെയ്തായിരുന്നു. ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് വേട്ടയാട് വിളയാടിന്റെ കൂടെ ഇറക്കിയത്, അതുകൊണ്ട് അത്ര എന്നിട്ട് ഏറ്റില്ല. അത് വേട്ടയാട് വിളയാടിന്റെ കൂടെ അല്ലേ ഇറക്കിയത്? അത് മുത്തുവായിരുന്നു. ബാവയാന്ന് എനിക്ക് തോന്നുന്നു വേട്ടയാട് വിളയാടിന്റെ കൂടെ ഇറങ്ങിയത്. വേട്ടയാട് വിളയാട് വാസ് ഓൾസോ ഭയങ്കരമായിട്ട് ആൾക്കാര് അപ്രിഷിയേറ്റ് ചെയ്തു റീ റിലീസ് ചെയ്ത സമയത്ത്. ചെയ്തു. അപ്പം കാരണം ഇവിടെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോഴും ഹൗസ്ഫുൾ ആണ്. അതായത് നമ്മുടെ മലേഷ്യൻ തമിഴ് ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ഇടയ്ക്ക് ഭയങ്കര സംഭവമായിരുന്നു അതും. ദാറ്റ് മൂവി വാസ് ഓൾസോ വർത്ത് ദ റീ റിലീസ്. ഇപ്പം ഗൗതം മേനോന്റെ അങ്ങനത്തെ കുറച്ച് പടങ്ങള് ഇപ്പൊ കാക്ക റീ റിലീസ് എന്തുകൊണ്ട് ചെയ്യാഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അത് റീ റിലീസ് ചെയ്ത നല്ലൊരു പടമാണ് കാണാൻ. അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. ബാലമാമയുടെ ഏതെങ്കിലും പടം റീ റിലീസ് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ബാലമാമയുടെ പടം ചെയ്താൽ അത് എങ്ങനെ ആൾക്കാര് അറിയത്തില്ല. കാര്യം ഇപ്പൊ ഈ പിതാമകനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാൻകടവുകൾ പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്കത്. കാര്യം അത് പടം അടിപൊളിയാണ്, പക്ഷെ കണ്ടോണ്ടിരിക്കാൻ ബാലമാമയുടെ ഒരു പ്രശ്നമില്ല. നല്ലതായിരിക്കും, ആൾക്കാര് പോയി കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മള് ഇതിന് തൊട്ട് ഡിസ്കഷന് മുന്നേ നമ്മളിങ്ങനെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നപ്പോ പറഞ്ഞാണ് ശരിക്കും അന്യൻ വർത്ത് ദ റീ റിലീസ്. ലൈക്ക് ഇറ്റ് ഹാസ് ഒരുപാട് പേർക്ക് കാണാൻ ഇതുപോലെ നമ്മളെപ്പോലെ ഉണ്ടായിരിക്കും കാണാൻ പറ്റാതെ പോയിട്ടുള്ള ആൾക്കാർ. ഇപ്പോഴത്തെ ആൾക്കാർക്കാണെങ്കിലും അത് ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും കുറെ പേര് ഈ മലയാളി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഈ തമിഴ് പടം കാണാത്തവരൊക്കെ CD ഇട്ട് കണ്ടിട്ട് തന്നെ പടമാന്നൊക്കെ പറഞ്ഞ് അതും ഇപ്പൊ അതും ഒരു കൾട്ടായ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പോപ്പ് കൾച്ചർ റെഫറൻസ് വരും. ഇപ്പൊ മുടി വളർത്തിയ അന്യനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കളിയാക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് മീശ അടിച്ചിട്ട് തന്ന അമ്പിയെ പോലെ ഉണ്ടെന്നൊക്കെ പറയായിരുന്നു. അപ്പൊ നോക്കിട്ട് അങ്ങനത്തെ കുറച്ച് പടങ്ങൾ ലൈക്ക് അന്യൻ ഇസ് വൺ ഓഫ് ദം. ആൻഡ് എനിക്ക് പടയപ്പ സത്യം പറഞ്ഞ തിയേറ്ററിൽ റീ റിലീസ് ചെയ്ത് കണ്ടാ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് പേഴ്സണലി. അങ്ങനെ അത് എല്ലാ വർഷവും ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ട് എന്റെ ഒരു കസിൻ സിസ്റ്റർ പുള്ളിക്കാരി പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു റീ റിലീസ് ചെയ്തപ്പോ ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു, ഓട്ടോയുടെ ഒക്കെ പുറയില് പുതിയ ഏതോ കമ്പനിയുടെ പരസ്യം ഇവര് ഗ്രാഫിക്സിൽ കേറ്റിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതിന് ജില്ലയിലെ പ്രോഡക്റ്റ് പ്ലേസ്മെന്റുകളൊക്കെ നൈസാ കേട്ടോ. കാര്യം മറ്റേ സൺഫീസ്റ്റിന്റെ സൺഫീസ്റ്റും വിജയുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ അത് പക്ഷെ അത് ആ കോമഡിയിൽ കറക്റ്റ് വർക്കൗട്ട് ആയി. അതായത് ബിസ്ക്കറ്റ് ട്രെയിൻ ഉണ്ട്, കൊക്കക്കോള ഉണ്ട്, ഈ മറ്റേ പാട്ടിന്റെ അകത്തൊക്കെ ഉണ്ട്, പിന്നെ തുടക്കത്തിൽ കുടിക്കുന്നത്.
പിന്നെ അത് ഇവളുടെ പുള്ളി ബർത്ത്ഡേക്ക് കൊക്കക്കോളയുടെ പരസ്യത്തിലുണ്ടായിരുന്നല്ലോ. ധനലക്ഷ്മിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അപ്പുറം 5 സ്റ്റാറിന്റെ ഒരു സംഭവം കൂടെ കൊണ്ടുവരും. അത് നമുക്ക് അങ്ങനെ അറിയത്തില്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ബേസ് ചെയ്യണ്ടേ ഇങ്ങനെ അങ്ങോട്ട്. അതൊക്കെ നല്ല റെയിൻ പരിപാടിയാണ്. റെയിൻ കമ്മകയില് ലൈൻ ഡേറ്റ്സിന്റെ ചെയ്ത പോലെയാണോ? ചപ്പ് ചവറുകളൊന്നും ഞാൻ തിന്നാറില്ല. തിന്നാറില്ലെന്ന്. അയ്യോ, അത് ശരിയാ. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇതുപോലെ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ല. മറ്റേ മറ്റേ എന്താ പറയുന്ന പെപ്സി പ്രസൻസ് മിന്നലെ എന്നൊക്കെ പറഞ്ഞായിരുന്നു മറ്റേ മിന്നലെ റിലീസ് ആയത്. അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പെപ്സി ഇതുപോലെ തന്നെ മിൻസാര കനവിന്റെയും ഇതുപോലെ പെപ്സി റിലേറ്റഡ് ആണ്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ അത് ഇതൊക്കെ അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാ. പിന്നെ ഇതുപോലെ എനിക്ക് 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 നരസിംഹം സത്യം പറഞ്ഞാൽ റീ റിലീസ് ചെയ്ത് ഒരുപാട് വട്ടം റീ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നേ വരെ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ടുമില്ല. അത് ഞാനെപ്പോ ടി വി വന്നാലും ഇരുന്ന് കാണുമായിരുന്നു. അത് എനിക്ക് അത് കാരണം നമ്മുടെ മലയാളത്തില് മോഹൻലാലിന്റെ ഏറ്റവും മാസ് പടം എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് ഇപ്പൊ കാര്യം നമ്മുടെ പല ഡയറക്ടേഴ്സ് ആ പടത്തിനെ പുച്ഛിക്കുമെങ്കിലും മോഹൻലാല് മറ്റേ തമിഴ് സിനിമ പോലെ ഒരു സിനിമ ചെയ്യാൻ നോക്കി എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ആ സിനിമ ഉണ്ടാക്കിയ ഒരു ഓളം അത് ഭയങ്കര എന്താ പറയുക, അത് യുണീക്ക് ആയിരുന്നു. നരസിംഹത്തിന്റെ ഒരു ഓളം അല്ലെങ്കിൽ നരസിംഹത്തിന്റെ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പിന്നെ പറ്റിയത് രാജമാണിക്യത്തിനാണ്. അപ്പോ പക്ഷെ നിനക്ക് എന്താ തോന്നുന്നത്, മലയാളത്തിൽ ഇതുപോലെ റീ റിലീസ് ചെയ്യണമെന്ന് ദേവദൂതനല്ലാതെ വേറെ ഒരു പടം എന്താണ് ആഗ്രഹിക്കുന്നത്? മലയാളത്തില് റീ റിലീസ് ചെയ്യാനായിട്ട് എനിക്കൊരു പടം ഉണ്ട് ആക്ച്വലി, അത് എനിക്ക് പറയാം, നീ പറയുമ്പോ ഞാൻ പറയാം. മലയാളത്തില് ഇപ്പം കാര്യം ബിഗ് ബി ഒക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഇതാവാണ്ട് ഇപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ചില പടങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഇത് വന്ദനമൊക്കെ എങ്ങനെയാണ് ഒരു തോൽവിപ്പടമായെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. തിയേറ്ററിൽ എങ്ങനെ അത് മേ ബി ആൾക്കാർക്ക് ക്ലൈമാക്സ് കാരണമായിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാലും മിഥുനം അത്ര മിഥുനം ഓടാതെ പോയ പടം നല്ല പടമായിരുന്നല്ലോ അത്. മിഥുനം വെട്ടമൊക്കെ വെട്ടത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെട്ടത്തിന് എന്തോ ഡിസ്ട്രിബ്യൂട്ടർ റിലേറ്റഡ് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് തിയേറ്ററിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പാക്ഡ് ഓഡിയൻസ് ആയിരുന്നു. എവ്രി വൺ വാസ് ലാഫിംഗ് ദർ ആസ് ഓഫ്. കാരണം അതുപോലെ ആൾക്കാർ ചിരിച്ച പടം. ഞാൻ ആ ദിലീപിന്റെ ആ കുബേരൻ ചെറുതായിരുന്നപ്പോ കണ്ട ഓർമ്മയുണ്ട്. പിന്നെ ഒരു ദിലീപ് പടത്തിന് പോയത് മീശമാധവൻ, വെട്ടം. അപ്പൊ ഈ 3 പടവും people really enjoyed in the theater, but due to some reason വെട്ടം എന്തോ ഈ പറഞ്ഞ പോലെ എന്തോ സംഭവിച്ചു ആ പടത്തിന്. പക്ഷെ ഇത് ഇപ്പോഴും എന്തോ അതിന്റെ അകത്ത് അതിപ്പോഴും കണ്ടാൽ നമുക്ക് ത്രൂ ഔട്ട് ചിരിക്കാനുള്ളതുണ്ട് അതിന്റെ അകത്ത്. എന്താ അതുകൊണ്ട് മറ്റേ ജഗതി വന്നിട്ട് മറ്റേ ഞാൻ അന്തപ്പൻ, എന്റെ അപ്പന നിന്റെ അപ്പനല്ലോ വാടാക്കൊലാളി അന്തപ്പൻ. അതും മറ്റേ പുള്ളി മറ്റേ AK-47 വെച്ച് ഫ്ലൂട്ട് വായി. അല്ല, വെട്ടം ഞാൻ നോക്കിയിട്ട് റീ റിലീസ് ചെയ്താൽ സത്യം പറഞ്ഞ അത് സത്യം നല്ലൊരു അത് കിണ്ണനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് പോയി കാണും. കാരണം ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങിയ പവി ടേക്ക് കെയർ ദുരന്തമായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ദിലീപിന്റെ ഒരു കോമഡി കുറെ നാളായിട്ട് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്പേസ് ഇപ്പോഴും വാക്യൂമായിട്ടാണ് കിടക്കുന്നത്. അതും ദിലീപും പറയുന്നുണ്ട്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് കോമഡി ഇറക്കുമ്പോൾ ഒരുപാട് സൂക്ഷിച്ച് വേണം ഇറക്കാൻ. കാരണം കറക്റ്റായിട്ട് കോമഡി ഇറക്കിയില്ലെങ്കിൽ ആ ഫുൾ പടം ട്രോളായി പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അത് ഞാൻ ട്രോൾ മെറ്റീരിയലായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം ദിലീപിന്റെ ഒരു നല്ല പടം എന്ന് എനിക്ക് തോന്നിയത് ചന്ദ്രേട്ടൻ എവിടെയാണ് എന്നുള്ളൊരു സിനിമയാണ്. പിന്നെയും ടു കൺട്രീസും കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി അത്യാവശ്യം. അപ്പം കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, എനിക്ക് റീ റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കമ്മീഷണർ. എനിക്കൊന്ന് തിയേറ്ററിൽ കണ്ട കൊള്ളാമെന്നുണ്ട്. അത് കാരണം അത് എന്റെ ചെറുപ്പത്തിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് മാസ് പടം, കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത് ഇറ്റ് ഡിഡ് നോട്ട് ബിലോങ് ടു മമ്മൂട്ടി ഓർ മോഹൻലാൽ, ഇറ്റ് വാസ് കമ്മീഷണർ. കാരണം അതിൻ്റെ അകത്ത്
കാര്യം ശരിയാണ്. ഇപ്പൊ ഇന്ന് കാണുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ അകത്തുണ്ട്. ആ സുരേഷ് ഗോപിയുടെ ഉണ്ട്. കുറച്ച് അത് എല്ലാത്തിന്റെ അകത്തും ഉണ്ടല്ലോ. കിങ്ങിന്റെ അകത്തും കമ്മീഷണർ നരസിംഹത്തിന്റെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം ഉണ്ട്. അത് കാരണം ഉം, കമ്മീഷണർ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് റീവാച്ച് ചെയ്തപ്പോ ഇച്ചിരി സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടാ മറ്റേ ഉണ്ട്. ഇപ്പൊ ആ, പടയത്തിന്റെ അകത്ത് എന്തോ ഇല്ലാഞ്ഞിട്ടാണ്. അതല്ല ഒരു ഉണ്ട്. ടെംപ്ലേറ്റിൽ ഉണ്ടായിരുന്ന എല്ലാത്തിന്റെ എന്തോ അങ്ങനെ ഒരു സംഭവം ആ, ഉണ്ടാകും. അതിപ്പോ ഇപ്പൊ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇപ്പം സുരേഷ് ഗോപിയുടെ ഏറ്റവും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മറ്റേ ഒരു സ്ത്രീയെ തെറി വിളിക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും പഴയ ഒരു സിനിമയ്ക്കകത്തുള്ള ഒരു സീക്വൻസാ. അപ്പൊ നമുക്ക് ആ അങ്ങനെ പറയാൻ പറ്റില്ല. ആ, ബട്ട് ഇത് എനിക്കത് തിയേറ്റർ റെസ്പോൺസ് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന ആഗ്രഹമുള്ള ഒരു പടമാണ്. കാരണം നമ്മളിപ്പോ ഇത്രയും പുള്ളി പൊളിറ്റിക്കലി ഒരു ഡിഫറെന്റ് ഐഡിയോളജി ഉള്ള മനുഷ്യനാണെങ്കിലും നമ്മൾ ഒരിക്കൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റാർ ആയിരുന്നു പുള്ളി. തീർച്ചയായും അപ്പോ തീർച്ചയായും. അത് പിന്നെ പിന്നെ വേറെ റീ റിലീസ് എന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല. എനിക്ക് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അങ്ങനെ റീ റിലീസ് ഇപ്പം മമ്മൂട്ടിയുടെ ആണെങ്കിൽ ഒബ്വിയസ്ലി ബിഗ് ബി എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഉം. മോഹൻലാലിന്റെ ഈ പറഞ്ഞ പോലെ നരസിംഹം, പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ വന്ദനം കുറച്ച് പൊട്ടിപ്പോയി എന്ന് നമുക്ക് തോന്നിയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ പടങ്ങള് എനിക്ക് ശരിക്കും ഉം. ഇല്ലേ കാലാപ്പാനി ഒന്ന് റീമാസ്റ്റർ എന്തെങ്കിലും ചെയ്ത് റിലീസ് ആ ചെയ്തായിരുന്നു എങ്ങനെയായിരുന്നു. കാണാൻ നല്ലതാണ്. അത് കാരണം അത് തിയേറ്ററിനുള്ള ഒരു പടമുണ്ട്. അത് അത്രയ്ക്ക് വലിയൊരു ക്യാൻവാസിൽ അന്ന് അന്ന് 1 കോടി രൂപ ചെലവിൽ ഇറക്കിയ പടമാണെന്ന് എല്ലാവരും പറയുമെങ്കിലും അന്ന് 1 കോടി രൂപ ചിരഞ്ജീവി ശമ്പളം മേടിച്ചോണ്ടിരുന്ന കാലഘട്ടം. അപ്പോ ഉം. ആ സമയത്ത് മോഹൻലാൽ ഒരു 1 കോടി രൂപയ്ക്ക് ഒരു പടം എടുത്തു. അപ്പം അതെങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്ഫടികം കാണണം എന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ആ സമയത്ത് നാട്ടിലില്ലാഞ്ഞോണ്ട് എനിക്ക് ആ സിനിമ കാണാൻ പറ്റിയില്ല. ആ എനിക്ക് അതേ പ്രശ്നം തന്നെയാണ്. ഇവിടെ കാരണം റിലീസ് കാണാൻ. അതെ സ്ഫടികം വുഡ് ഹാവ് ബിൻ അത് അതെങ്ങനെയാ നമുക്കത് ഇപ്പോഴും അതിനൊരു മാസ് പടം എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ ഒതുക്കി കളയാനും പറ്റത്തില്ല. അതിന്റെ അകത്ത് എല്ലാം ഉണ്ട്. പറ്റത്തില്ല. പിന്നെ ആ മറ്റേ തമിഴില് പറയുന്ന പോലെ 50% ലോകേഷ് പടം 50% ആ, വിജയ് പടം നടക്കുന്നത്. അതെ അതെ അതെ. ആ ആ, അതുപോലത്തെ അതൊരു പ്രോപ്പർ ഭദ്രൻ സിനിമ ആണെങ്കിൽ അതിന്റെ അകത്തെ മൊമെന്റ്സ് അത് അൾട്ടിമേറ്റാ. അങ്ങനത്തെ കുറച്ച് സീക്വൻസ് ഒന്നും ഇപ്പൊ മറ്റേ വീട്ടിൽ കയറി നീ എന്റെ അമ്മച്ചിയെ തല്ലുകൊള്ളാന്ന് പറഞ്ഞ് സ്പടികഞ്ചു പറഞ്ഞ് ഇടിക്കുന്ന സീൻ നമുക്ക് തന്നെ പവർ അങ്ങനെയൊക്കെ തോന്നിപ്പോയിരുന്നു. പ്രജ നിനക്ക് തിയേറ്ററിൽ കാണണമെന്നുണ്ടോ? എനിക്കുണ്ട്. പക്ഷെ എനിക്കറിയില്ല. അതാണ് ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് അതെ പീപ്പിൾ ഹാവ് ഇഷ്ടമാണോന്ന് വെരി ചോദിച്ചു വെരി കഴിഞ്ഞാല്. ഡിഫറെന്റ് ഒപ്പീനിയൻ അബൌട്ട് ദ ഫിലിം. എനിക്ക് പേഴ്സണലി പ്രജ എനിക്കിഷ്ടമാണ്. തിയേറ്ററിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരെ അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മോഹൻലാലിന്റെ നെടുനീളൻ ഡയലോഗുകളൊക്കെ ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. പക്ഷെ അതെ അതെ എനിക്ക് ഞാൻ കാര്യം 2 ഇത്രയും പടങ്ങളെ കിടിലം വില്ലന്മാരുള്ള വേറെ പടം എന്തുവല്ലേ. ഇല്ല ഇല്ല ബലരാമൻ ഇല്ല കൊണാരൻ, പിന്നെ അതാണ് നമ്മുടെ ലാഹിൽ വക്കച്ചൻ വക്കച്ചൻ ഡി വക്കച്ചൻ ഡി സാറോ ജയമദേവൻ നമ്പ്യാർ ദേവദേവൻ, ഈവൻ രമൺ നായക് നമ്മൾ അധികം രമൺ നായിക്. കാണുന്ന പോലും ഇല്ലെങ്കിലും നമ്മൾ ഓർത്ത് നമ്മള് വെക്കും പുള്ളിയുടെ റെഡ്ഡി ബ്രദേഴ്സിനെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. അവരെ പറ്റിയിട്ട് നമുക്ക് അറിയാം. പക്ഷെ എടാ ഇതിന്റെ എല്ലാം മുകളിൽ നമ്മളെ അംഗീകരിക്കേണ്ട സംഭവം ഉണ്ട്. ബാബുരാജ് അന്നൊരു കിടിലൻ ക്യാരക്ടർ ചെയ്തു. ജോസഫ് മടച്ചേരി സത്യം പറഞ്ഞ ഒരു നല്ല പുള്ളിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു സ്പേസാ. ആ സമയത്ത് പുള്ളി ചുമ്മാ വന്ന് ഇടി കൊണ്ടോണ്ട് പൊക്കോണ്ടിരുന്ന ടൈമില് പുള്ളി വന്നിട്ട് ജോസഫ് മടശ്ശേരി നടേശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നടേശ കൊല്ലണ്ട ടൈപ്പ് റോളുകളായിരുന്നു പുള്ളി. പിന്നെ വേറൊരു അത് പടം ചെയ്തു. ഇതുപോലെ റീ റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുള്ള സത്യമേവ ജയതേ ഇസ് കിടിലം കൊമേഴ്ഷ്യൽ സിനിമ. അതൊരു ആ, നോൺ ഷാജി കൈലാസ് പടമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സിനിമ. പക്ഷെ ഇറ്റ് വാസ് സോ ഗുഡ്. വിജയ് തമ്പി ഡയറക്ട് ചെയ്ത പടമാണെങ്കിലും അതിന്റെ അകത്ത് എന്താ പറയുന്നത്, ഉയ്യോ ഞാനിപ്പോഴും അതിനൊക്കെ എനിക്ക് ആ സിദ്ദിഖിന് ഇത്രേ ഒരു ഭയങ്കരമായിട്ട് പുള്ളി എന്താ പറയുക പുള്ളി സ്ക്രീൻ പ്രസൻസ് കൊണ്ട് വേണം. കാര്യം ശരിയാണ്, നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ എന്താ ഭരത് ഷാ മമ്മിയിലെ വില്ലൻ എന്താ പുള്ളിയുടെ ഭരത് എന്ത് മമ്മി എന്തോ എന്താ രമണായിരുന്നു പുള്ളിയുടെ പേര്, ഞാൻ മറന്നുപോയി. എന്തായിരുന്നു പുള്ളിയുടെ പേര്? വിക്രം ഹേമന്ത് രാവൺ അതല്ലേ ഹേമന്ത് ഹേമന്ത് രാവൺ രാവൺ. ഉണ്ട്. ഹേമന്ത് രാവൺ ഉണ്ട് അതിന്റെ അകത്ത്. പിന്നെ ഇത് നമ്മൾ വേറെ ശ്രദ്ധിക്കാതെ പോയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മുടെ ഗുണയുടെ റൈറ്റർ അഭിനയിക്കുന്നുണ്ട്, സാബ് ജോൺ. എന്താ പറയാ യശ്വന്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇടയ്ക്ക് വരത്തില്ലേ, എയർപോർട്ടിൽ വരുമല്ലോ. ആര്? എടാ എടാ ആ സത്യമേവ ജയതയ്ക്കകത്ത് യശ്വന്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുമല്ലോ ഇടയ്ക്ക്.
മറ്റേ കണ്ണാടിയൊക്കെ വെച്ച് എയർപോർട്ടിൽ നിന്ന് ഇവൻ പോയി പൊക്കിക്കൊണ്ട് വരുന്നു സുരേഷ് ഗോപി പൈലറ്റിന്റെ വേഷത്തില്, കസ്റ്റംസ് ഓഫീസറുടെ വേഷത്തില്. എന്നിട്ട് ഓർക്കുന്നുണ്ട്. അയാളെ മറ്റേ തുണിയൊക്കെ അഴിച്ച് ഒരു എന്താ മറ്റേ ഫോയിൽ പേപ്പർ വെച്ചുള്ള ഒരു ഇന്ററോഗേഷൻ റൂമിൽ കൊണ്ടേ കടത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതൊക്കെ. ആരായിരുന്നു? അയാളെ പൊക്കിയതിന്റെ ക്രെഡിറ്റ് മറ്റേ മണിയമ്പിള്ള രാജുവിനാ പോകുന്നത്. എന്നിട്ട് മണിയമ്പിള്ള രാജുവിന് പോലീസുകാര് മറ്റേ ഇവൻ ബാബുരാജൊക്കെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ. അത് സാബ് ജോൺ എന്ന് പറഞ്ഞ നമ്മുടെ ഗുണയുടെ റൈറ്റർ. ഏതിന്റെ? ഗുണയില്ല, ഗുണ കമൽഹാസന്റെ. അതും പിന്നെ പുള്ളി അത്യാവശ്യം എന്തൊക്കെയോ നല്ല പടങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്കത് എനിക്കിപ്പോ അത് സംസാരിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്ന പുള്ളി അത്യാവശ്യം കുറച്ച് നല്ല പടങ്ങൾ, നമ്മുടെ ടെറർ പടമായ ജയരാജിന്റെ ഹൈവേ എന്ന് പറഞ്ഞ സിനിമ, അത് സില്ലിനൊരു കാതൽ, അങ്ങനെ കുറച്ച് ഡിഫറെന്റ് പടം. മറ്റേ ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ ഒരു ഇൻഫേമസ് ഒരു പടമാണ് അത് ഇൻഫേമസ് എന്നല്ല, ആ സമയത്ത് ഫേമസ്. പ്രിയം, മയിൽപീലിക്കാവ്. എനിക്ക് തോന്നുന്നു ഈ സാബ് ജോൺ ഇപ്പം സത്യമേവ ജയതയ്ക്കകത്തും കുരുതിപ്പുണല്ലാത്ത അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കുരുതിപ്പുണല്ലാത്ത എപ്പോഴായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, ഞാനിപ്പോ നോക്കിയപ്പോഴാണ് കണ്ടത്. പിന്നെ കുരുതിപ്പുണലും നിനക്ക് റീ റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ കമൽഹാസൻ പടങ്ങൾ കുറച്ചേറെ ഉണ്ട് ആ ലിസ്റ്റിൽ. എനിക്ക് അൻപേ ശിവൻ കാണുന്നുണ്ട്, വിരുമാണ്ടി, ആളവന്താൻ കാണാൻ പറ്റിയില്ല. എനിക്ക് വിരുമാണ്ടിയും സത്യം പറഞ്ഞാൽ തിയേറ്ററിലൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. കാരണം അതൊക്കെ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗിന്റെ മാസ്റ്റർ ക്ലാസ് ആ സിനിമ. അതെങ്ങനെ എഴുതാമെന്നുള്ളത് കാണിച്ചത് ആ സിനിമയാണ്. പിന്നെ അങ്ങനെ കമൽഹാസന്റെ ഒട്ടുമിക്ക സിനിമകളും, രജനീകാന്തിന്റെ എനിക്ക് ഒരുപാട് പടങ്ങളൊന്നുമില്ല. എനിക്ക് പടയപ്പ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ദളപതി എനിക്ക് തിയേറ്ററിൽ എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയാനുള്ള ക്യൂരിയോസിറ്റി. വിജയുടെ തന്നെ ഇപ്പൊ ഗില്ലി അല്ലാതെ വേറെ ഏതെങ്കിലും പടം നീ റീ റിലീസ് ആഗ്രഹിക്കുന്നുണ്ടോ കാണാൻ? ഗില്ലി അല്ലാതെ സച്ചിൻ വേണമെങ്കിൽ. പക്ഷെ റിലീസ് പക്ഷെ എന്നാലും ഒരു സച്ചിൻ ഭയങ്കര എന്റർടൈനിങ് പടമായിരുന്നു. കാര്യം ശരിയാണ്, എയർപോർട്ടിന്റെ അകത്ത് മിസ്റ്റ് ഒക്കെ വരുന്ന സീക്വൻസ് ഉണ്ടെങ്കിലും. അല്ല, അതുണ്ട്. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അതെന്താ അറിയോ, വിജയ് ആക്ഷൻ സ്റ്റാർ ആയി കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നതിന് ശേഷം വന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് റോം കോം ആയിരുന്നു ആ പടം. അത് ഭയങ്കര കോമഡി. അത് വടിവേലുവിന്റെ ജോക്സിന് വേണ്ടി തന്നെ നമുക്ക് ആ സിനിമ കാണാം. അയ്യാച്ചാമി ആയിട്ട് കൊണ്ടുവരുന്ന അർണാൾഡ് ആയിട്ട് വരുന്ന പടം. ആദ്യം റീ റിലീസ് ചെയ്താലും ചിലപ്പോ ഹിറ്റ് ആവൂന്ന് എനിക്കറിയില്ല. കാര്യം അന്ന് അതത്ര അതിലും നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഭഗവതി ചിലപ്പോ ഹിറ്റ് ആവുമായിരിക്കും. ഭഗവതി ഉണ്ട്. കുശി ചിലപ്പോ ഓടാൻ യൂത്ത് അല്ലേ? യൂത്ത് നല്ല പടം. യൂത്ത് ആക്ച്വലി ഒരു വെറൈറ്റി പടമായിരുന്നു ആ സമയത്ത്. യൂത്ത് അല്ല, ഷാജഹാൻ ചിലപ്പോ റീ റിലീസ് ആയി ഒരുപാട് വരുന്നതാണ്. അയ്യോ, അത് എങ്ങനെയല്ല അങ്ങനെ ഒരു ക്ലൈമാക്സ് ഒക്കെ ഉള്ള ഒരു പടം വിജയ് അഭിനയിച്ചെന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര സംഭവമാണ്. അത് നല്ല പാട്ടുകളാണ്. എനിക്ക് റീ റിലീസ് ചെയ്ത് കാണണമെന്ന് ഒരു ഭയങ്കര മെയിൻ ഒരു പടമുണ്ട് വിജയുടെ. അത് എന്റെ ചെറുപ്പത്തിലെ ഏറ്റവും ഫേവറേറ്റ് വിജയ് പടങ്ങളാണ് ബദ്രി. നമ്മുടെ റിയാസൊക്കെ ഉണ്ട്. ഈ റിയാസൊക്കെ ഉള്ള പടം. യെസ്, റിയാസൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ അകത്ത് കുറെ വിവേക് കോമഡിയും പിന്നെ മറ്റേ കാശില്ലാത്തവനും കാശുള്ളവനും തമ്മിലുള്ള കുറെ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ആ ട്രാവലിംഗ് സോൾജർ തിയേറ്ററിൽ എന്തായിരിക്കും അതിന്റെ ഫീൽ എന്നുള്ള അതായത് ഭയങ്കര മോട്ടിവേഷണൽ പാട്ടായിരുന്നു അത്. അതും പിന്നെ കിങ് ഓഫ് ചെന്നൈ ഒക്കെ ഒരു മാസ് ഓപ്പണിംഗ് സോങ് എന്ന് പറയുന്നത് ഉയ്യോ കാതില് കുരിശൊക്കെ ഇട്ട് വരും. അങ്ങനെ കുറച്ച് പടങ്ങള്, അങ്ങനെ ഇത്രയും പടങ്ങളാണ് ഞാൻ റീ റിലീസ്. എനിക്ക് തുപ്പാക്കി തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് തുപ്പാക്കി പറ്റിയിട്ടില്ല. അതെ, തുപ്പാക്കി ഞാൻ വിജയുടെ കുറച്ചധികം പടങ്ങൾ തിയേറ്ററിൽ മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ വിജയുടെ ഒരു കിടിലം പടം തിയേറ്ററിലാണ് കണ്ട, അതിനുശേഷം ഞാൻ കുറെ എണ്ണം മിസ്സായി. സുര എന്ന് പറഞ്ഞ പടം
ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടതാ. അയ്യോ ടെറർ. അയ്യോ. അത് ഇച്ചിരി പ്രശ്നം. അതിന്റെ പക്ഷെ പാട്ടുകളൊക്കെ ബിജിഎം അടിപൊളി. കിണ്ണനായിരുന്നു. BGM-ഉം പാട്ടുകളും ഒക്കെ കിണ്ണ്. അതിനകത്ത് മറ്റേ വെട്രിക്കൊടി ഏത്തെന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട് തുടക്കത്തില്. അയ്യോ അത് കിടിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ വിജയുടെ കണ്ട കൾട്ട് പടം ജില്ലയായിരുന്നു. ജില്ല എനിക്ക് സുറേനേക്കാളും ഇഷ്ടമാണ്. ജില്ല ഒന്നിനും സുറേനേക്കാളും ഭേദ. ലാലേട്ടൻ അടിപൊളിയായിരുന്നു. അതെ, ജില്ലയുടെ കൂടെ തന്നെ കൂടെ റിലീസ് ചെയ്ത പടം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് തിയേറ്ററിൽ വീരൻ. മാറി കയറിയിരുന്നെങ്കിൽ വീരം കാണാൻ പറ്റിയത്. പക്ഷെ അത് നല്ല പടമായിരുന്നു. അത് ജില്ല മെയിൻ ആയിട്ട് കണ്ടെന്ന് പറഞ്ഞാല് ലാലേട്ടനും ഈ പറയുന്ന പോലെ വിജയും കൂടെ ഒരുമിച്ചുള്ളതാണ്. പക്ഷെ അതൊന്നും റീ റിലീസ് ചെയ്യേണ്ട പടങ്ങളല്ല. അത് ഇച്ചിരി അല്ല റിസ്ക് ആയി അല്ല പോയി. അത് റിസ്ക്കാണ്. ഞാൻ നോക്കിയിട്ട് തിരുപ്പാച്ചി, തിരുപ്പാച്ചിയൊക്കെ റീ-റിലീസ് ചെയ്തിട്ടുണ്ട്. തിരുപ്പാച്ചി, തിരുമലൈ അങ്ങനത്തെ പടങ്ങളൊക്കെ വേണമെങ്കിൽ റീ റിലീസ് ചെയ്യാം. പോക്കിരി പോലും റീ റിലീസ് ചെയ്താൽ എനിക്ക് ഒന്ന് ഹിറ്റ് ആവും തോന്നുന്നു. പോക്കിരി പക്ഷെ ഇത് ഏത് റീ റിലീസ് ചെയ്താലും ഈ ഒരു ലെവലിൽ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ഗില്ലിയുടെ അത്രയും. ഗില്ലി രജിസ്റ്റർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനുശേഷം വന്ന പടങ്ങളെല്ലാം ഇതേപോലെ ഒരു ഇമിറ്റേഷൻ പോലെയൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നും പല പടങ്ങളും. കാരണം ഒരു കാര്യത്തില് ഒരു ബന്ധമില്ലാത്ത ഒരുത്തം വരുന്നു, എന്നിട്ട് അവൻ ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആവുന്നു. ഏകദേശം ഇപ്പൊ എന്താ പറയുക, തൊട്ടി ജയക്ക് പോലും ഇങ്ങനത്തെ ഒരു സിമിലർ. ധൂളിനും സിമിലർ ഒരു ഇത് തന്നെയാണ്. കാര്യം പുള്ളി ബന്ധമുണ്ട്, പക്ഷെ കാര്യം പുള്ളി അതിലോട്ട് പെട്ടുപോകുന്നതാണ്. പക്ഷെ പിന്നെ അങ്ങനെ ഒരു പക്ഷെ ധൂളിന്റെ അകത്ത് ഒരു ലോങ്ങർ ജേർണി ഉണ്ട്. ഒരു നാടിന് വേണ്ടിയിട്ട് പുള്ളി അവിടെ പോകുന്നതും അങ്ങനത്തെ സാധനം. പിന്നെ ഇത് ടോട്ടലി അൺറിലേറ്റഡ് ആണ് പുള്ളി. അതെ, പുള്ളി വെറുതെ ജോഗിങ് പോയതാണ്. അല്ല, ധൂളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് സ്വർണ്ണാക്ക നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സ്വർണ്ണാക്കൊക്കെ ഒരു ഹെഡ്സ്മെന്റ്. സ്വർണ്ണാക്ക പോലെ ആകാനായിട്ട് കുറെ പടങ്ങളിൽ കുറെ വില്ലത്തിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ആ ലെവലിൽ എത്തിയിട്ടില്ല. അല്ല, ആ സമയത്ത് എനിക്ക് സ്വർണ്ണാക്കെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വില്ലത്തി അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് മറ്റേ ശ്രേയ റെഡ്ഡി തിമിറിന്റെ. അത് ഈ പറയുന്ന പോലെ മുത്തുപാണ്ഡ്യയെ പോലെ തന്നെ ഒബ്സസ്ഡ് ആയിരുന്നു. വിശാലിനോട് ഒബ്സസ്ഡ് ആയ ശ്രേയ റെഡ്ഡി. ഇവരുടെ രണ്ടുപേരുടെയും മീമുകൾ കണ്ടിട്ടുണ്ട്. മുത്തുപാണ്ഡ്യയും മറ്റേ തിമിരിന്റെ അകത്ത് ശ്രേയ റെഡ്ഡി ഒരു കോംബോ ആയിട്ടുള്ള. അത് അല്ല തിമിര് ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സമയം. അന്ന് വിശാലിന്റെ കുറച്ച് നല്ല പടങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. താമരവർണ്ണി, സണ്ടക്കോഴി, നല്ല പാട്ടുകളായിരുന്നു ഇതിലേക്ക്. അപ്പൊ ഇവന്റെ കാലഘട്ടമായിരുന്നു. പിന്നെ അപ്പോ നമുക്ക് എന്നാ പിന്നെ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല്, അപ്പൊ ഇങ്ങനത്തെ നിങ്ങൾക്ക് റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള പടങ്ങൾ കേട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കാം. അപ്പം ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് കമൽ ഫാൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കമൽഹാസന്റെ കുറെ പടങ്ങൾ യെസ്, നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 4-5 പടം എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ 3 പേരുടെയും ഫേവറേറ്റ് കമൽഹാസൻ പടങ്ങൾ എടുത്തിട്ട് അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന പോലെ ആവാം. അല്ലെങ്കിൽ ഒരു പടം എടുത്തിട്ട് ഒരെണ്ണം ഡിസ്കസ് ചെയ്യുന്ന പോലെ. അപ്പോ ഇത് കേൾക്കുന്ന ഓഡിയൻസിന് എന്താണ് വേണ്ടിയത് നമുക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം. കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പടങ്ങളൊക്കെ. ഒരു പോൾ ഇടാം ചാനലിൽ. അതെ, നമുക്ക് വേണമെങ്കിൽ ഒരു പോൾ ഇട്ടിട്ട് നോക്കാം അവർക്ക് ഏതാ വേണ്ടിയെന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം നമുക്കത് മടുക്കത്തില്ല. കമൽഹാസന്റെ സിനിമകളെ പറ്റി സംസാരിക്കുമ്പം നമുക്കത് ഇങ്ങനെ മനസ്സിൽ എച്ച്ഡ് ആയിട്ടുള്ള പടങ്ങളാണ് മിക്കതും. അപ്പം വി കൻ കീപ് ഓൺ ടോക്കിംഗ് അബൌട്ട് ദം. സോ അതല്ല വേറെ ഇപ്പൊ രജനിയുടെ പടം വേണമെങ്കിലും പറയാം, വിജയുടെ പടം ഏതാണെങ്കിലും ചോയ്സ്. ബട്ട് എനിവേ വിൽ പുട്ട് എ കമൽഹാസൻ റിലേറ്റഡ് പോൾ. അപ്പൊ ദിഗംബർ എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദിസ് ഇസ് മീ മിസ്റ്റർ ദിഗംബരൻ സൈനിങ് ഓഫ് വിത്ത് ചക്രവാണി.